إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال توطع إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ബാക്കി ഇടങ്ങളിൽ പൊതുവെയും നടത്തിവരുന്ന ഒരു വലിയ ഉറൂസാണ് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസ് മുബാറക്. യുടെ 10ാം വാർഷികവും നമ്മൾ ആഘോഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഏറ്റവും വലിയ ബഹുമാനം നൽകിയത് ഇൽമു കൊണ്ടാണ്. ആ ഇൽമിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇൽമ്, ഏറ്റവും ഫലമുള്ള ഇൽമ് ഇൽമുദ്ദീൻ, ദീൻ സംബന്ധമായിട്ടുള്ള ഇൽമ്, ദീനീപരമായ ജ്ഞാനം. അതിനാണ് വലിയ സ്ഥാനവും ബഹുമാനവും ഉള്ളത്. അതിന് സഹായകമായി ബാക്കിയുള്ള എല്ലാ ഇൽമുകളും നാം സ്വീകരിക്കുകയും വേണം. ദീനിന്റെ ഇൽമിൽ തന്നെ
ഏറ്റവും അധികം പഠിക്കലും പഠിപ്പിക്കലും രക്ഷിതാക്കൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ഇൽമുൽ ഖുർആൻ, ഖുർആന്റെ ഇൽമാണ്. ഖുർആൻ മുഴുവനും തെറ്റുകൂടാതെ ഓതാനുള്ള ഒരു കഴിവ് കാരണം ദുനിയാവിലും ആഖിറത്തിലും രണ്ട് ലോകത്തും പഠിക്കാൻ മാർഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അതിനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് പരിഗണന. ഖുർആനോത്ത് തുടക്കം കുറിക്കുന്ന സമയമാകുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ പരിഗണനയോടെ അവരുടെ ഓത്ത് ശ്രവിക്കുകയും പോരായ്മകളൊക്കെ തിരുത്തിക്കൊടുത്ത് നന്നായി ഓതാൻ പ്രേരിപ്പിക്കുകയും ഓത്ത് ശരിയാവുന്നില്ലെങ്കിൽ അതിനുവേണ്ടി സ്പെഷ്യലായി ഉസ്താദുമാരെ നിയമിക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പൂർവികരൊക്കെ അവരെ മക്കളിൽ നിന്ന് ഏറ്റവും അധികം അവർ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നത് പരിശുദ്ധ ഖുർആനാണ്. അതിന് യാതൊരു കുറവും അവർ വരുത്തിയിട്ടില്ല. നമ്മെക്കാളും ജോലി തിരക്കുള്ള ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2 വർഷവും 5 മാസവും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ചുമതലയേറ്റ് ഭരണം നിർവഹിച്ചിരുന്ന മഹാനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവൻ ഭരണത്തിരക്കിനിടയിലും മക്കളുടെ ഖുർആനോത്ത് കേൾക്കാൻ വേണ്ടി വെള്ളിയാഴ്ച സമയം കാണുമായിരുന്നു. എല്ലാ കുട്ടികളെയും തൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ച് അവരുടെ ഓത്ത് കേൾക്കും. ഓതുന്നത് ശരിയായിട്ടുണ്ടോ ഇല്ലേന്ന് അവരെ പഠിപ്പിക്കുന്ന ഗുരുനാഥനോട് ഓത്തിന്റെ വിഷയം നന്നായി ശ്രദ്ധിക്കാൻ വേണ്ടി ഇടക്കിടക്ക് മഹാനവർകൾ എഴുത്തു കൊടുത്തേക്കും. നമ്മുടെ കുട്ടികളുടെ ഓത്ത് ശരിയായിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുക്കയും നിസ്കാരത്തെയും മറ്റു വിഷയങ്ങളെയും ഒക്കെ അത് ബാധിക്കും. നിസ്കാരം ശരിയാകണമെങ്കിൽ ഖുർആനോത്ത് ശരിയാകണം. സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതിയെങ്കിലേ നിസ്കാരം ശരിയാകുള്ളൂ. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന് നിസ്കാരം ഇല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഫാത്തിഹ തെറ്റുകൂടാതെ അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ മൊഴിഞ്ഞ് ഉച്ചരിച്ചുകൊണ്ട് ഓതണം. ഒരു ഹർഫിന്റെ സ്ഥാനം തെറ്റിയാൽ അത് അർത്ഥം മാറുന്ന രീതിയിലാണെങ്കിൽ ഒറ്റ അക്ഷരമാണ് ഒരാൾ മൊഴിയുന്നത് തെറ്റെങ്കിലും അയാൾക്ക് പേര് വന്നു, ഉമ്മി ഓത്തറിയാത്തവൻ എന്ന് പേര് വന്നു. ഓത്തറിയാത്തവൻ എന്നാൽ ഒരക്ഷരവും തിരിയില്ല എന്നല്ല, ഒരൊറ്റ ഹർഫ് ഓതാൻ അറിയാതെ ഞാൻ മതി. ഒരു ഹർഫ് ഒരാൾക്ക് ഓതാൻ അറിയില്ല, അയാളെ പേരാണ് ഉമ്മി, ഓത്തറിയാത്തവൻ. അവനെ ഇമാമത്ത് നിർത്താൻ പറ്റൂല, പിന്നാലെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. തുടർന്നത് ഉമ്മിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിസ്കാരം പിന്നീട് ഒന്നുകൂടി നിസ്കരിക്കേണ്ടി വരും. ഒരുപാട് വിഷയങ്ങളാണ്. ഖുർആനോത്ത് വളരെ ശ്രദ്ധയോടെ പഠിപ്പിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയും ഒരു രക്ഷിതാവും വരുത്തരുത്. നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. മാതാപിതാക്കൾ മക്കളോട് നിർവഹിക്കേണ്ട കടപ്പാടിൽപ്പെട്ട ഒന്നുകൂടിയാണ് ഖുർആൻ അവരെ പഠിപ്പിക്കണം എന്നത്. നല്ലോണം അദബ് പഠിപ്പിക്കണം എന്ന് രക്ഷിതാക്കളോട് ഉണർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഖുർആനും കുട്ടികൾക്ക് പഠിപ്പിക്കണം, എന്നാലേ അവർ നല്ലവരായി തീരൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനോത്ത് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സംഭാവനകൾ, ഹദിയകളൊക്കെ കുറഞ്ഞു പോകും.
തെറ്റുകൂടാത്ത ഓത്തല്ലേ അല്ലാഹു തആല സ്വീകരിക്കുള്ളൂ. തെറ്റ് നിറഞ്ഞ ഓത്ത് അല്ലാഹു തആല എങ്ങനെ സ്വീകരിക്കാനാണ്? നമ്മുടെ മക്കൾ ഓതിയ ഓത്ത് നമ്മുടെ ഹളറത്തിലേക്ക് എത്താൻ, അവര് ഹദിയയാക്കിയാലും ഇല്ലെങ്കിലും അവര് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ ഓത്തിനൊക്കെ നിമിത്തമായത് നമ്മളാകുമ്പോ അത് നമ്മുടെ ഖബറിലേക്കെത്തും, നമ്മുടെ റൂഹിലേക്കെത്തും, നമ്മുടെ സാന്നിധ്യത്തിലേക്കൊക്കെ എത്തും. പക്ഷെ അതിന് നന്നായി അവരെ ഓത്ത് പഠിപ്പിക്കണം. വളർന്നു വരുന്ന തലമുറക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ഒരു ക്ലാസ്, ഏറെ എക്സ്ട്രാ ആയി കൊടുക്കേണ്ട ഒരു ക്ലാസും കൂടിയും ഖുർആനോത്തിന്റെ ശീലമാണ്. പഴയ കാലത്തൊക്കെ റമദാനു ഷരീഫില് ഹിസ്ബ് ഓത്ത് എന്ന് പറഞ്ഞ് 11 മണി 12 മണി വരെ ഖുർആൻ ഓതി പഠിപ്പിക്കുമായിരുന്നു മദ്രസയിലെ ഉസ്താദുമാര്. ഇപ്പൊ ഹിസ്ബോത്തിന് വിളിച്ചാൽ തന്നെ നമ്മളല്ലേ പറഞ്ഞേക്കേണ്ടത് നമ്മുടെ മക്കളെ. താല്പര്യം എടുത്തുകൊണ്ട് പ്രചോദനം നൽകിയിട്ട് നമ്മളാണ് അവരയക്കേണ്ടത്. ഇത്രയും കാലം അല്ലാഹു തആലാന്റെ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിട്ട് അവന്റെ ഖുർആൻ ഒന്ന് തെറ്റുകൂടാതെ ഓതാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ വലിയ കഴിവുകേടാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് പഠിച്ചവരും പഠിക്കുന്നവരുമായ മക്കളെ നന്നായി ഖുർആനോത്ത് പഠിപ്പിക്കുന്നവരായി മാറ്റണം. രക്ഷിതാക്കൾ അതിന് നല്ല ശ്രദ്ധ കാണിക്കണം എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇൽമുകളെ കൂട്ടത്തിൽ ഇൽമുൽ ഖുർആൻ ഏറ്റവും വലിയ ബഹുമാനമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ വരെ തങ്ങൾ വലിയ ബഹുമാനം നൽകിയത് ഖുർആനുമായി കൂടുതൽ ബന്ധമുള്ള ആളുകൾക്കല്ലേ. ഒന്നിലധികം ആളുകളെ ഖബറിലേക്ക് വെച്ച നേരത്ത് ഉഹദിൽ തങ്ങൾ ചോദിച്ചു, ഇവരെ കൂട്ടത്തിൽ ആരാണ് കൂടുതൽ ഖുർആൻ ഹിഫ്ളാക്കിയത്? അവിടെയും പരിഗണന അതാണ്. ആ കിടക്കുന്ന ആളും ഷഹീദാണ്, ഈ കിടക്കുന്ന ആളും ഷഹീദാണ്, ഇപ്പുറത്തുള്ള ആളും ഷഹീദാണ്. രണ്ടാളെയും മൂന്നാളെയും ഒരു ഖബറിലേക്ക് മറവെയ്യുമ്പോ ആദ്യം മുന്തിക്കുന്നത് ഖുർആനുമായി കൂടുതൽ ബന്ധമുള്ള ആളെ. ഇവരിൽ ആരാണ് കൂടുതൽ ഖുർആൻ ഹിഫ്ളാക്കിയത്? സ്വഹാബത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോ ആ ശരീരത്തെയാണ് ആദ്യം അങ്ങോട്ട് മുന്തിച്ചു വെക്കുന്നത്. അപ്പൊ അതൊരു പരിഗണനയും മുൻഗണനയുമാണ്, വേറെ ഒന്നുമല്ല. തറവാടോ അല്ലെങ്കിൽ പ്രായമോ അല്ലെങ്കിൽ കൂടുതൽ രക്തം ഒഴുകിയതോ ഒന്നുമല്ല തങ്ങൾ ചോദിച്ചത്, അല്ലെങ്കിൽ എത്ര ആളുമായി അടരാടിയിട്ടുണ്ട് എന്നുമല്ല ചോദിച്ചത്. ഖുർആനുമായി കൂടുതൽ ബന്ധാർക്കാണ്. അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ്. വളർന്നു വരുന്ന ആളുകൾക്ക് കഴിവ് കുറവാകുന്നൊരു വിഷയം പലയിടത്തും നമ്മൾ കണ്ടുവരുന്നു. ഖുർആനോത്ത് ചെറുപ്പക്കാരെ മാത്രം ഒരുമിച്ച് കൂട്ടി പ്പോ ചെറിയ കുട്ടികളൊന്നുമല്ല, പ്ലസ് ടു കഴിഞ്ഞവർ ശരി 100-150 ആളുകളെ കൂട്ടത്തിൽ നിന്ന് കുറഞ്ഞ ആളുകളെ ഉള്ളൂ. നമ്മളെ ഇതേപോലെ ഇതിനേക്കാളും കൂടുതൽ അംഗങ്ങളുള്ള മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ച് വളർന്ന മക്കൾ തന്നെയാണ്. പക്ഷേ ഉസ്താദുമാര് അവരൊക്കെ ഒന്നുകൂടി പഠിപ്പിക്കാൻ വേണ്ടി സ്പെഷ്യൽ ക്ലാസ് വിളിക്കുമ്പോ അന്ന് ലീവ്. ഖുർആനോത്ത് നന്നായി ഒന്ന് ഓതാൻ സമയമുള്ള ഞായറാഴ്ചകളിൽ ഒക്കെ കല്യാണം. ഒരു ഞായറാഴ്ച ഒഴിവില്ല, എല്ലാ ഞായറാഴ്ച സൽക്കാരം കല്യാണം കലണ്ടറിൽ ഫുള്ള് എഴുതി വെച്ചിരിക്കുക. പിന്നെ എവിടുന്നാ നമ്മുടെ കുട്ടി ഓതുക? ഓതണം, പഠിക്കണം, അതിന് ഒഴിവും കഴിവും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ പറ്റൂ. മക്കൾ ഓത്ത് നന്നായി പഠിപ്പിക്കണം. അവര് നന്നാകുന്നതിന്, നമ്മുടെ കുട്ടികൾ സ്വാലിഹ്യങ്ങളാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം തഅലീമുൽ ഖുർആനാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കളെ നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ട് സഹാബത്തിനോടൊക്കെ പറയും, അല്ലിമു ഔലാദക്കും അൽ ഖുർആൻ, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഖുർആൻ നന്നായി പഠിപ്പിക്കണം.
എല്ലാ കുട്ടികൾക്കും ഖുർആൻ പഠിപ്പിക്കണം. സ്വഹാബിമാർ അവരോടൊപ്പം ചേർത്ത് നിർത്തി ആ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പഠനമായിരുന്നു ഖുർആൻ. തെറ്റുകൂടാതെ ഖുർആൻ ഓതുന്ന ഒരു മകൻ, ഒരു മകൾ, ഉപ്പമാരെ ഉമ്മമാരെ നമുക്കുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമായിട്ട് ഒരുപാട് കാലം അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ഇൽമ്, ആ വിഷയത്തിൽ അശ്രദ്ധ നമുക്ക് പാടില്ല. എല്ലാത്തരം ഇൽമുകളും സ്വായത്തമാക്കുന്നതിനോടൊപ്പം പരിശുദ്ധ ഖുർആൻ ഓതാൻ നല്ലോണം അറിവുണ്ടെങ്കിൽ ഓതാൻ നല്ല ശ്രമം ഉണ്ടാകും. ഓതാൻ വലിയ കഴിവില്ലെങ്കിൽ പിന്നെ അത് തൊട്ടു നോക്കാൻ മടിയായിരിക്കും. അങ്ങനെയാണ് പൊതുവെ ഒരു വിഷയം. ഓതാൻ വലിയ പ്രയാസമാണ്. ഒരു സൂറത്ത് തന്നെ ഓതണമെങ്കിൽ മണിക്കൂർ കണക്കിന് വേണം, തപ്പിത്തടഞ്ഞ് എന്നാ പിന്നെ അത് പിന്നെ ആക്കാം എന്ന് കരുതി തള്ളി മാറ്റും. ഓതാൻ കഴിവുറ്റ ആളാണെങ്കിൽ അയാൾ അതിന് സമയം കിട്ടേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ, അയാൾ ഓതും. കാണാതെ ഓതിയാലും തെറ്റരുത്, കണ്ടു ഓതിയാലും തെറ്റരുത്. ആ രൂപത്തിൽ ഓത്ത് നന്നായി പഠിപ്പിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ നന്നായി പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് വലിയ ബഹുമാനവും ആദരവും നൽകുന്ന ഒരു സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട് പാരത്രിക ലോകത്ത്. ചില്ലറ ഉപ്പമാർക്ക് അവിടെ കിരീടം ധരിപ്പിക്കപ്പെടും. ഇവിടത്തെ കിരീടമല്ല, സ്വർഗത്തിലെ കിരീടമാണ്. അതും അംബിയാഇന്റെ, ഔലിയാഇന്റെ, ശുഹദാഇന്റെ, സ്വാലിഹീങ്ങളൊക്കെ സാന്നിധ്യത്തിൽ സ്വർഗത്തിലെ കിരീടം ബാപ്പക്കും ഉമ്മക്കും ധരിപ്പിക്കപ്പെടുന്നത് മക്കൾക്ക് നന്നായി ഖുർആനോത്ത് പഠിപ്പിച്ച ബാപ്പാർക്കും ഉമ്മാർക്കുമാണ്. ആ ബാപ്പക്കും ഉമ്മക്കും വലിയൊരു സന്തോഷമാണ് ആഖിറത്തിൽ. ഒരു വലിയൊരു സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ സ്ഥാനം. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് മഹ്ശറ മൻസബയിൽ വെച്ച് തന്നെ വലിയൊരു ആദരവ്. ആ ആദരവോടുകൂടെ ഏകദേശം ഒരു സമാധാനമായി. സ്വർഗീയ കിരീടം ധരിച്ചിന് ഏതായാലും നരകത്തിലേക്കൊരു പോക്കില്ലല്ലോ, ഒരു സന്തോഷം കൂടിയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് ഖുർആനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകുന്ന രീതിയിൽ ഖുർആനോത്ത് പഠിപ്പിക്കണം, ഖുർആനോത്ത് ശീലിപ്പിക്കണം. നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമ്പത്തുകളിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്തിന് വലിയ കാര്യമാണ്, കാരണമാണ് പരിശുദ്ധ ഖുർആൻ. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചൊരു കൽപ്പനയുണ്ട് പരിശുദ്ധ ഖുർആനിൽ. സ്വഹാബത്തിനൊക്കെ ഏറ്റവും വലിയ സന്തോഷം വന്നത് ആ ആയത്ത് ഇറങ്ങിയതോടുകൂടെയാണ്. അതൊരൽപ്പം വിശദീകരിച്ച് അതിന്റെ ചില ഭാഗങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. തഖ്വയിൽ അധിഷ്ഠിതമായ നല്ലൊരു ജീവിതം നയിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം എന്ന് ഇറങ്ങിയ ആയത്ത് സ്വഹാബത്തിനെ പേടിപ്പെടുത്തിയ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ ആയത്ത് കേട്ട് സ്വഹാബത്ത് പേടിച്ചുപോയി. കാരണം ചെറിയൊരു വിട്ടുവീഴ്ചയില്ലാത്ത രൂപത്തിലാണ് ആ ആയത്തിന്റെ ശൈലിയുള്ളത്. മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ടത് പ്രകാരം അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവതല്ല, ഒരു നിയമം പോലും തെറ്റിക്കാൻ പാടില്ല. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, തഖ്വ ചെയ്യേണ്ടത് പ്രകാരം അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം. തഖ്വയുടെ എല്ലാ മാനദണ്ഡങ്ങളും നിങ്ങൾ പൂർത്തിയാക്കി ശരിയായ നിലക്കുള്ള മുത്തഖീങ്ങളായി ജീവിക്കണം. ഈ ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബത്ത് ചിന്തിക്കുന്നു, അല്ലാഹ് തഖ്വ ചെയ്യേണ്ടത് പ്രകാരം തഖ്വ ചെയ്യണം എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്? എപ്പോഴെങ്കിലും ഒന്ന്
മാറിപ്പോയാൽ നമ്മൾ ആ പറഞ്ഞതിൽ നിന്ന് പുറത്തായി പോകുമല്ലോ. ഒരു നിയമം ഏതെങ്കിലും ഒരു സമയത്ത് അതിന് ചെറിയൊരു മാറ്റം നമ്മിൽ നിന്ന് സംഭവിച്ചു പോയാൽ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്ന് പറയുന്നതിന് അത് എതിരാകും. തഖ്വ ചെയ്യേണ്ടത് പ്രകാരം അല്ലാഹുവിനെ തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞതിൽ നിന്നത് മാറ്റമാകും. വല്ലാത്ത പേടിയോടുകൂടെ അവർ കഴിയുമ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിറക്കിയിട്ട് സ്വഹാബത്തിന് ഒരൽപ്പം സന്തോഷമാകുന്നത്. ഫത്തഖുല്ലാഹ മസ്തതഅ്തും. അങ്ങനെ ഒരു ആയത്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥയും വളരെ പോക്ക് തന്നെയാണ്. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും കഴിവിന്റെ പരമാവധി നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്യണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് തഖ്വ. ഏറ്റവും വലിയ സമ്പാദ്യമാണ് തഖ്വ. മുത്തഖിയായി ജീവിച്ച് മുത്തഖിയായി മരിക്കാൻ കഴിയുക, അതാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യം. മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുത്തഖിയായി തീർന്നെങ്കിലേ നമ്മുടെ കർമ്മങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുകയുള്ളൂ. ആഖിറത്തിലെത്തുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലിയ പരിഗണന ലഭിക്കുകയുള്ളൂ. മുസ്ലിം എന്നതിനപ്പുറം ഒരു മുത്തഖി എന്നുള്ള ഉന്നതമായ അവസ്ഥയിലേക്ക് ഉണർന്ന് നാം ഉയരേണ്ടതുണ്ട്. മുത്തഖിയായി ജീവിക്കാനുള്ള ഒരു വലിയ പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. ഫത്തഖുല്ലാഹ മസ്തതഅ്തും. തഖ്വയുണ്ടാകാൻ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട മാധ്യമം വർദ്ധിക്കുമ്പോഴാണ് തഖ്വ വർദ്ധിക്കുന്നത്. നന്നായി ഇൽമു സ്വീകരിക്കണമോ? ഇൽമു സ്വീകരിക്കണം. ഇൽമു സ്വീകരിക്കണം, അപ്പോഴേ തഖ്വ വർദ്ധിക്കുകയുള്ളൂ. തഖ്വ വർദ്ധിച്ചു കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ മുത്തഖി എന്ന് പറയുന്ന ഉന്നതമായ ശ്രേണിയിലേക്ക് ഉയരുന്നത്. മുത്തഖിയായി ജീവിക്കുന്ന മനുഷ്യൻ അവൻ ഒരുപാട് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു തആല പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഫത്തഖുല്ലാഹ മസ്തതഅ്തും വസ്മഉ വഅതീഉ വഅൻഫിഖൂ ഖൈറൻ ലിഅൻഫുസികും. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു ഇവിടെ എണ്ണി പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ നല്ലോണം ശ്രവിക്കണം. വസ്മഉ, കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കണം. വഅതീഉ, അനുസരിക്കേണ്ട തലങ്ങൾ മുഴുവനും അനുസരിക്കണം. വഅൻഫിഖൂ ഖൈറൻ ലിഅൻഫുസികും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് ഉത്തമമായ കാര്യം നിങ്ങൾ ചെലവഴിക്കണം. ശരീരത്തിന് ഉത്തമമായ സംഗതി നിങ്ങൾ ചെലവഴിക്കണം. സമയം ആകാം, ആരോഗ്യമാകാം, സമ്പത്താകാം, പലതും ആകാം. വഅൻഫിഖൂ ഖൈറൻ ലിഅൻഫുസികും, നിങ്ങൾക്ക് ഉത്തമമായ സംഗതി നിങ്ങൾ ചെലവഴിക്കണം. ഈ മൂന്ന് കാര്യങ്ങളും തഖ്വയുടെ ഒരു പ്രധാനപ്പെട്ട വഴി തന്നെയാണ്. വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സ്വന്തം ശരീരത്തിന്റെ പിശുക്ക് ഒരാൾ ശ്രദ്ധിച്ചാൽ, സൂക്ഷിച്ചാൽ, അവൻ വിജയിക്കുന്നവരെ കൂട്ടത്തിലാണ്. പിശുക്ക് ചില കാര്യങ്ങളിലൊന്നും സഹോദരന്മാരെ തീരെ പിശുക്ക് പാടില്ല. നന്മ ചെയ്യാൻ ഒട്ടും തന്നെ പിശുക്ക് പാടില്ല. നന്മ ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് പിശുക്ക് തോന്നിയാൽ അതാണ് ഏറ്റവും വലിയ പിശുക്ക്. സാമ്പത്തിക രംഗത്തുള്ള പിശുക്കിനെക്കാളും വലിയ പിശുക്ക് നന്മ ചെയ്യുന്നിടത്ത് ശരീരത്തിന് വരുന്ന പിശുക്കാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, സുബ്ഹി നിസ്കാരത്തിന് എഴുന്നേറ്റൊരു മനുഷ്യൻ, അവന് ഏറ്റവും ശ്രേഷ്ഠമായി ലഭിക്കുന്ന ഒരു 2 റക്അത്ത് സുന്നത്തുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങളിൽ, റവാത്തിബ് സുന്നത്തുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് സുബ്ഹിന്റെ സുന്നത്ത്. സുബ്ഹി നിസ്കാരത്തിന്റെ സുന്നത്ത് പോലെ മറ്റു നിസ്കാരങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സുന്നത്തിന്
അത്ര വലിയ മഹത്വമില്ല. കാരണം സുബ്ഹിന്റെ 2 റക്അത്ത് സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 തവണ 2 വിധത്തിലുള്ള സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. റവാത്തിബുകളിൽ എല്ലാ റവാത്തിബിനും സൂറത്ത് ഹദീസിൽ വന്നിട്ടില്ല. അതേ സമയത്ത് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അതിൽ ഫാത്തിഹ മാത്രമല്ല സൂറത്ത് കൂടി ഓതേണ്ടതുണ്ട്. ഒരു സൂറത്ത് ഒരു റക്അത്തിൽ ഓതിയാൽ പോരാ, ഒരു റക്അത്തിൽ തന്നെ 2 സൂറത്ത് ഓതണം. ഒന്നാമ റക്അത്തിൽ സൂറത്തു ശർഹ് അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് ഓതണം. അതേ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഓതണം. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതണം. 2 സൂറത്തും 2 ദിവസങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതാണ്. രണ്ടും നമുക്ക് സുന്നത്താക്കപ്പെട്ടതാണ്. 2 സൂറത്ത് ഓതിയിട്ടുള്ളൊരു റവാത്തിബ് അത് സുബ്ഹിന്റെ മുമ്പുള്ള റവാത്തിബ് മാത്രമേ ഉള്ളൂ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഒരു പിശുക്ക്, അത് വേണ്ട. ഫർളന്നെ നിസ്കരിക്കാത്ത ആൾക്കാർ എത്ര ഉണ്ട് എന്നാണ് ഫർള് നിസ്കരിച്ച ആൾ ചിന്തിക്കുന്നത്. ഫർളന്നെ നിസ്കരിക്കാത്ത എത്ര ആളുണ്ട്? അപ്പൊ ഞാൻ എത്ര മെച്ചാണ്, ഞാൻ ഫർള് നിസ്കരിച്ചല്ലോ. ജമാഅത്തിന് പോയി ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പുറത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഒരാൾ ചിന്തിച്ചു, ജമാഅത്തിന് സുബൈക്ക് ഞാൻ പള്ളിയിലെത്തിയില്ലേ, ജമാഅത്തിന് തന്നെ വരാത്ത എത്ര ആൾക്കാരുണ്ട്, അവരെക്കാളും മെച്ചല്ലേ ഞാൻ. പക്ഷെ നിന്റെ ശരീരത്തിന്റെ പിശുക്ക് നീ മാറ്റണം. നന്മയോടുള്ള പിശുക്ക് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. നന്മയിൽ ശരീരത്തെ പ്രചോദിപ്പിക്കണം. പിശുക്കരുത്, ഒരു നന്മയിലും പിശുക്കരുത്. നന്മയിലുള്ള പിശുക്കാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബിസ്മില്ലാഹി ചൊല്ലിയ വലിയ കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം, എന്നാ പിന്നെ പിശുക്കൊന്നും ഉണ്ടാകൂല. ബിസ്മില്ലാഹിം ചൊല്ലുന്നിടത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൂർണ്ണമായിട്ട് ചൊല്ലണ്ടേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലേണ്ട സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ചൊല്ലണം. ബിസ്മില്ലാഹിയിൽ ചുരുക്കരുത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയാണ്, ബിസ്മില്ലാഹി പോലും ചൊല്ലാത്ത ആൾക്കാരല്ലേ, ഞാൻ അതെങ്കിലും ചൊല്ലിയല്ലോ. നമ്മളെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എത്ര ചുരുക്കിയത്, ചുരുക്കണ്ട, പിശുക്കണ്ട, അത് ഫുള്ളായിട്ട് ചെയ്യണം. 3 കാര്യങ്ങൾ നിന്നെ നാശത്തിലേക്ക് നയിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ 1 ശുഹുൻ മുതാഅ്, സലാസുൻ ഹുന്ന മുഹ്ലികാത്തുൻ. 3 കാര്യങ്ങൾ നമ്മെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളാണ്. അതിലൊന്ന് തങ്ങൾ പറഞ്ഞു ശുഹുൻ മുതാഅ്, വിധേയപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക്, നന്മ ചെയ്യാനുള്ള ശരീരത്തിന്റെ പിശുക്ക്. അത് നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, നന്മയിലേക്കല്ല, ഉയർച്ചയിലേക്കല്ല. ചെയ്യുന്നത് പൂർണ്ണമായി ചെയ്യുന്നതാണ് ഏറ്റവും വലുത്. അത് ചുരുക്കുന്നതാണ് സഹോദരങ്ങളെ പിശുക്കെന്ന് പറയുന്നത്. പലയിടത്തും അങ്ങനെ ചുരുക്കുന്ന അവസ്ഥകൾ കാണാം. ചുരുക്കരുത്, മുഴുവനായിട്ട് ചൊല്ലണം. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരാള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതുന്നിടത്ത് സ്വാദിട്ടിട്ട് ചുരുക്കാൻ പാടില്ല, സ്വൽഅം എന്ന് എഴുതിയിട്ടും ചുരുക്കാൻ പാടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെ പൂർണ്ണമായും എഴുതണം, പൂർണ്ണമായിട്ട് എഴുതണം. അപ്പൊ ഒരാൾ ചിന്തിക്കും, ഉസ്താദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതണമെങ്കിൽ എത്ര സ്ഥലം വേണം? ഒരു സ്വാന്നിട്ട് കൊടുത്താൽ കഴിഞ്ഞില്ലേ? പക്ഷെ ആ സ്വാന്നിട്ട് കൊടുത്ത ഒരു പിശുക്കാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നീട്ടി എഴുതേണ്ട അദബ് ആ സ്വ എന്നതിൽ ചുരുക്കി. അത് അറബിയിലാണെങ്കിലും ചുരുക്കാൻ പാടില്ല, മലയാളത്തിലാണെങ്കിലും ചുരുക്കാൻ പാടില്ല. നിയമമൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ പാലിക്കുന്ന ആൾക്കാർ കുറവാന്ന് മാത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലം മലയാളത്തിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രിന്റ് ചെയ്യുന്ന ആൾക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, പ്രിന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ച് പ്രിന്റ് ചെയ്യാൻ കഴിയും. പഴയ കാലത്ത് ഉസ്താദുമാരൊക്കെ നല്ലോണം അത് ശ്രദ്ധിച്ചിരുന്നു. ദർസിലുള്ള കയ്യെഴുത്ത് മാസികകളിൽ വരെ ഞാനൊരു 2 കൊല്ലം ചില്ലറ മാസം ഓതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട TC ഉസ്താദിന്റെ അടുത്ത്. അള്ളാഹു കൊടുത്ത ദർജയേറ്റി കൊടുക്കട്ടെ.
അന്ന് അവിടെ കയ്യെഴുത്ത് മാസിക ഇറക്കിയ കയ്യെഴുത്ത് മാസിക ഇപ്പോഴും നിങ്ങൾ പോയാൽ കാണാൻ പറ്റും. ചിലപ്പോ പഴയതുണ്ടെങ്കിൽ ദാറുൽ ആ കയ്യെഴുത്ത് മാസികയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുള്ളായിട്ട് എഴുതും. മലയാളത്തിൽ അലൈഹിസ്സലാം എഴുതും, റളിയല്ലാഹു അൻഹു എഴുതും, റഹ്മത്തുള്ളാഹി അലൈഹി എഴുതും, ഒക്കെ ഫുള്ളായിട്ട് എഴുതും. ചുരുക്കൂല. സാ നിട്ടിട്ട് ചുരുക്കൂല, റാ നിട്ടിട്ട് ചുരുക്കൂല, അതുപോലെ തന്നെ ആ നിട്ടിട്ട് ചുരുക്കൂല. നമ്മൾ ചുരുക്കുന്നത് ഒരു മര്യാദക്കേടാണ് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു. അറബിയിൽ തന്നെ ചുരുക്കാൻ പാടില്ലെങ്കിൽ പിന്നെ മലയാളത്തിൽ ഏതായാലും പാടില്ല എന്നല്ലേ വരിക. ചുരുക്കരുത്, അത് പൂർണ്ണമായിട്ടും എഴുതുകയാണ് വേണ്ടത്. സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ എമ്പാടും ഉണ്ട്. സഹോദരങ്ങളെ, ചൊല്ലുന്നിടത്തും അങ്ങനെ തന്നെയാണ്, മുഴുവനായിട്ടും ചൊല്ലണം. പിശുക്കരുത്. ചില ആളുകൾ പിശുക്കിപ്പോകും. സുബ്ഹാനല്ലാഹ്, എന്തിനാണ് അങ്ങനെ പിശുക്കുന്നത്? നിങ്ങൾ നോക്ക്, ദുആ കഴിഞ്ഞാൽ സ്വലാത്തും ചൊല്ലണം, അതുപോലെ തന്നെ ഹംദും ചൊല്ലണം. സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത്രയധികം പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞു. അതിന്റെ ഇടക്കുള്ളതൊക്കെ കണ്ട് ചുരുക്കല്. അങ്ങനെ ആകുമ്പോ ചില സൂറത്തുകളൊക്കെ ഓതുമ്പോഴും ആയത്ത് ചുരുക്കുമോ എന്നൊരു പേടി, വേഗം തീരാൻ വേണ്ടിയിട്ട്. നമ്മളെ ഏൽപ്പിച്ചാൽ ആയത്ത് വേഗം ചുരുക്കിക്കളയോ? ചുരുക്കാൻ പാടില്ലല്ലോ, ഫുള്ളായിട്ട് ഓതണ്ടേ. നന്മയിൽ പിശുക്കണ്ട. നന്മയില് അത് അതിന്റെ രൂപം പോലെ തന്നെ നടന്നോട്ടെ, അതിൽ ചുരുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞ അങ്ങനെ തന്നെ മുഴുവനായിട്ടും അങ്ങനെ തന്നെ ചെയ്യാം. എന്തിനാണ് അതിൽ ചുരുക്കുന്നത്? അതിൽ പെടുന്നൊരു പിശുക്കാണ് ദിക്റ് ചൊല്ലുമ്പോ ഓരോന്നും വേർതിരിച്ച് ചൊല്ലാനുള്ള നമ്മളെ മടി. അതൊരു പിശുക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ദിക്റ് ചെല്ലുന്ന ആൾക്കാരിൽ കറക്റ്റായി ദിക്റ് ചെല്ലുന്ന ആൾക്കാർ എണ്ണം കുറവാണല്ലോ. ഒരു സുബ്ഹാനല്ലാഹ് എന്നൊരു ഇമാം ഇങ്ങനെ ഒന്ന് ഉണർത്തിയാൽ 33 സുബ്ഹാനല്ലാഹ് എത്ര പേര് ചൊല്ലും? ഉസ്താദ് എല്ലാരും ചൊല്ലുന്നുണ്ടല്ലോ, എല്ലാവരും അക്കം പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അങ്ങനെ ഉണ്ട്. കാരണം ഈ അക്കം പിടിക്കുന്ന ആൾക്കാരനെ ഹൈസ്പീഡിലാണ് അക്കത്തിൽ പോകുന്നത്. സുബ്ഹാനല്ലാഹ് എത്ര വേഗാണ്. എന്റെ കൈ ഇങ്ങനെ ആക്കുന്നുണ്ടില്ലേ? സുബ്ഹാനല്ലാഹ് കഴിഞ്ഞു, 33 കഴിഞ്ഞു. എത്ര സ്പീഡില്! ഇതൊക്കെ ഹൈടെക് യുഗല്ലേ, നിങ്ങളാ വിചാരിച്ചു തരിക. സുബ്ഹാനല്ലാഹ് കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്ന്റെ അക്ഷരങ്ങളൊക്കെ ഈ മിന്നിമുറിയൽ കഴിഞ്ഞു. നമ്മളെ ശരീരത്തിന്റെ പിശുക്കാണത്, നന്മയോടുള്ള പിശുക്ക്. സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ചെല്ലേണ്ട സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചുരുക്കിയത്. ചിലരിത് സീന് മാത്രം കേൾക്കും, വേറെ ഒന്നും കേൾക്കില്ല. അൽഹംദുലില്ലാഹ് അങ്ങനെ തന്നെ, അല്ലാഹു അക്ബർ അങ്ങനെ തന്നെ. പിശുക്കരുത്. പിശുക്കിയാലേ നമുക്ക് നേട്ടലുണ്ടാകുക, കോട്ടുണ്ടാകും, നാശത്തിലേക്കാ പോവുക. ചെല്ലേണ്ടത് ഫുള്ള് ചെല്ലണം, ചുരുക്കാൻ പാടില്ല. അതതിന്റെ കറക്റ്റ് പോലെ തന്നെ ചൊല്ലണം. നമ്മൾ വെട്ടിച്ചുരുക്കരുത്. ചൊല്ലാൻ വേണ്ടി നമ്മളോട് നിശ്ചയിച്ചത് അങ്ങനെ തന്നെ ചൊല്ലണം. എങ്ങനെയാണോ നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ രൂപത്തിൽ, സൗകര്യമാകുന്ന രൂപത്തിൽ, അക്ഷരങ്ങളൊക്കെ വെളിവാകുന്ന രൂപത്തിൽ തന്നെ ചൊല്ലണം. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 ദിക്റ് നമ്മൾ അവിടെ ചൊല്ലുകയാണ്. ഒരു 10 തഹ്ലീലും ചൊല്ലുന്നു. തഹ്ലീൽ ഒരു പക്ഷേ 10 എണ്ണം ക്ലിയർ ആകുന്നുണ്ടാകും. അതിന്റെ മുമ്പുള്ള ദിക്റുകളൊന്നും സഹോദരന്മാരെ എഴുതപ്പെടുമോ എന്നറിയില്ല.
ഒരു സൗണ്ട് മാത്രമാണ് വരുന്നത്, ഒരൊറ്റ അക്ഷരവും അതിന്റെ കൂടെ വരുന്നില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാം കറക്റ്റായിട്ട് തന്നെ ചൊല്ലണം, പിശുക്കരുത്. ആ രൂപഭാവങ്ങൾ അങ്ങനെ സ്വീകരിക്കണം. നിശ്ചയിച്ച് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ തന്നെ ചൊല്ലണം, ഒരു മടിയും കാണിക്കരുത്. ചൊല്ലാൻ വേണ്ടി എണ്ണം കണക്കാക്കി പറയാതെ നിങ്ങളെ പാകം പോലെ ചൊല്ലിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ, കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിച്ച് ചൊല്ലിയപ്പോ ചൊല്ലിയതിന് കണക്കിലധികം അല്ലാഹു തആല കൊടുത്തില്ലേ മഹാന്മാർക്ക്. ഔഫ് ബിൻ മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു തന്റെ മകനെ കാണാതിരുന്നപ്പോൾ പരാതി വന്നു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മോനെ കാണാനില്ല, എന്റെ മോനാരോ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. മഹാനവറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും, ഭാര്യ വലിയ വിഷമത്തിലാണ്, ആ കുട്ടിയുടെ ഉമ്മയാണ്, ഉമ്മ വലിയ സങ്കടത്തിലാണ്, മോൻ എവിടെ പോയി എന്നൊരു അഡ്രസ്സും ഇല്ല. മകൻ തിരിച്ചു വരാൻ വേണ്ടി തങ്ങൾ ദിക്ർ ചൊല്ലി കൊടുക്കുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് അധികം ചൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ രണ്ടുപേരും ഇശാ നിസ്കാരത്തിന് ശേഷം ദിക്ർ ചൊല്ലി. എത്രയാണോ അവർ ചൊല്ലിയ കണക്ക് അവർക്ക് തന്നെ അറിയില്ല, അത്രയും അധികം ചൊല്ലി. ഉറക്കം വരുന്നത് വരെ ദിക്ർ ധാരാളം ചൊല്ലി അവർ കിടന്നു. സുബ്ഹിന്റെ മുമ്പ് തന്നെ വീടിന് വന്ന് മുട്ടി വിളിക്കുന്നു. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കതക് തുറന്നു നോക്കുമ്പോ മകനതാ വന്നിരിക്കുന്നു. മകൻ വന്നു എന്ന് മാത്രമല്ല, മകന്റെ കൂടെ ആടുകളുണ്ട്, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഒട്ടകങ്ങളുണ്ട്. മകനെ കിട്ടാനാ ദിക്റില്ലേത്. മകനെ നീ വന്നോ? ആ വന്നു. എന്താ മുറ്റത്തൊക്കെ കാണുന്നത്? അത് ഞാൻ വന്നപ്പോ ശത്രുക്കളെ, എന്നെ അറസ്റ്റ് ചെയ്ത ശത്രുക്കളെ കുറെ ആടും മറ്റൊക്കെ അവിടെ കണ്ടിരുന്നു, ഞാൻ അതും കൂടെ തൊലിച്ചു കൂടെ, അപ്പൊ അതും കൂടെ അങ്ങോട്ട് പോന്നാണ്. നിനക്ക് അത് എടുക്കാൻ പറ്റൂല്ലേന്ന് അള്ളാഹുവിന്റെ റസൂലിനോടൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോയിട്ട് പറഞ്ഞു, നബിയെ, മകൻ മാത്രല്ല വന്നത്, കൂടെ കുറെ ആടുകളും വന്നിട്ടുണ്ട്, ആടുകളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അധികം ദിക്ർ ചൊല്ലിയപ്പോ അല്ലാഹു തആല കുറച്ച് അധികം തന്നതാണ്, ഒരു ഗനീമത്തും കൂടി കിട്ടി. അത് എടുത്തോളൂ, എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാൻ പറ്റും. ദിക്ർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെയാണ്, ചൊല്ലാൻ നിർദ്ദേശിച്ചോടത്തൊക്കെ അങ്ങനെയാണ്. ഒന്നും ചുരുക്കരുത്, കുറക്കരുത്, പിശുക്കരുത്. കഴിവിന്റെ പരമാവധി രൂപഭാവം പോലെ തന്നെ ചെയ്യണം. പിശുക്ക് നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ്. പിശുക്ക് ചില സംഗതികൾക്കൊക്കെ പിശുക്കല്ലേ. രാത്രി കിടക്കാൻ നേരത്ത് മിസ്വാക്ക് ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമാണ്, ഉളു എടുക്കാൻ പിശുക്കാണ്. എന്താ, ഉളു എടുക്കാൻ ആരുമില്ല, മിസ്വാക്ക് ചെയ്യാൻ എല്ലാരും ഉണ്ട്. ഒന്ന് കിടക്കാൻ പോകല്ലേ, ഭക്ഷണം കഴിച്ചല്ലേ, ഒന്ന് മിസ്വാക്ക് ചെയ്യാം. ചിലര് കൂടെ ഒരാളും കൂടി കിടക്കുന്നുണ്ടല്ലോ, അയാൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, മിസ്വാക്ക് ചെയ്യാം. അതുപോരാ, അവിടെ ഒരു ഉളുവും കൂടിയുണ്ട്. കുളിക്കാൻ എല്ലാവരും റെഡിയാണ്. കുളിക്കുന്നതിന്റെ മുമ്പ് ഒരു ഉളു. കുളിക്കുന്നതിന്റെ മുമ്പ് ഉളു എടുക്കാതെ ഒറ്റ സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിട്ടില്ല. കാമിലായ ഉളു, മിസ്വാക്കൊക്കെ ചെയ്തൊരു ഉളു കുളിക്കുന്നതിന്റെ മുമ്പ് തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ കുളിക്കാറുണ്ട്, പക്ഷേ കുളിയുടെ മുമ്പ് നമുക്ക് ഉളു പതിവില്ല. നമ്മളത് ശീലമാക്കിയിട്ടില്ല, ശീലമാക്കണം. നമ്മെ കൊണ്ട് കഴിയുന്നതാ സഹോദരങ്ങളെ. ഇതൊക്കെ കഴിവിന്റെ പരമാവധി തഖ്വ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. എത്ര സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ കഴിയുമോ അത്രയും സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. അത് ഏറ്റവും വലിയ തഖ്വയാണ്. എത്ര കറാഹത്തുകൾ ഒഴിവാക്കാൻ കഴിയുമോ അത്ര കണ്ട് ഒഴിവാക്കണം. ഹറാമുകൾ പൂർണ്ണമായും ഒഴിവാക്കണം, കറാഹത്തുകളും ഒഴിവാക്കാനൊക്കുമോ അതും തഖ്വയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ആവശ്യമില്ലാതെ എത്രയോ കറാഹത്തുകളിൽ നമ്മളുണ്ട്. ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ലേ? കഴിയും. ആ രൂപത്തിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. രണ്ടാമത് മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോ
അവൻ മുത്തബഅ, പിന്തുടരപ്പെടുന്ന ഇച്ഛ. ഇച്ഛക്കനുസരിച്ച് നമ്മൾ പിന്തുടർന്ന് ജീവിച്ചാൽ തകർന്നു പോകും. നമ്മുടെ ഇച്ഛ പോലെയല്ലല്ലോ നമ്മൾ പോകേണ്ടത്. എങ്ങനെയാണോ വിശുദ്ധ ഇസ്ലാം വരച്ച് കാണിക്കുന്നത് അങ്ങനെയാ പോകേണ്ടത്. നമ്മുടെ താല്പര്യം പോലെ ആഗ്രഹം പോലെ നമ്മൾ പോയാൽ നമ്മൾ പെട്ടുപോകും. കാരണം ആഗ്രഹം പറയുന്നത് പല രൂപത്തിലാകും. ആഗ്രഹം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പല വിധേനയാകും. എല്ലാം നമ്മുടെ ദീനിന് അനുകൂലമായി കൊള്ളണമെന്നില്ല. ആഗ്രഹം പോലെ നടന്നാൽ എല്ലാവരും പെട്ടുപോകും. പിന്തുടരപ്പെടുന്ന തടീച്ച വേണ്ട. നിന്റെ തടീച്ചയും നമ്മുടെ തടീച്ചയും മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാതയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. എന്നിട്ട് അത് നമ്മുടെ ആഗ്രഹങ്ങളാക്കി മാറ്റണം. മനുഷ്യനെ തകർക്കുന്നൊരു കാര്യമാണ് അവൻ മുത്തബഅ, തോന്നുന്നതിനനുസരിച്ച് അവന്റെ ജീവിതം ക്രമീകരിക്കുക. നഊദു ബില്ലാഹ്. അതിന് എളുപ്പമാണ് ഈ കാലഘട്ടത്തിൽ. ഒരുപക്ഷെ ആളുകളെയും കിട്ടിയെന്ന് വരും. പലരും ആ രൂപഭാവങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. തോന്നുന്നത് പോലെ നടക്കാൻ മുഅ്മിനീങ്ങളെ നമുക്കത് പറ്റില്ല. തോന്നുന്നത് പോലെ ജീവിക്കേണ്ട ആളുകളല്ല നമ്മൾ. നമുക്ക് അടിസ്ഥാനം അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നിർദ്ദേശിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹവക്ക് പിൻപറ്റി നമ്മൾ മുന്നോട്ട് പോയാൽ വിജയിക്കാൻ കഴിയില്ല. നേർക്ക് നേരെ ചിന്തിച്ച് മുന്നോട്ട് പോയാലോ രക്ഷപ്പെടാനുള്ള നല്ല വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. ആഗ്രഹം തോന്നിപ്പിക്കും പലതും. പക്ഷെ അതിന് വഴിപ്പെട്ടു പോയാൽ കുടുങ്ങും. ആഗ്രഹം തോന്നിപ്പിക്കുമ്പോ ചിന്തിക്കണം, ഈ തോന്നിപ്പിക്കുന്നതിന്റെ പിന്നാമ്പുറത്ത് വല്ല ചതിയും മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോ ഒരു പക്ഷേ പിടുത്തം കിട്ടും. ഈ ആഗ്രഹത്തിലൂടെ ഞാൻ പോയാൽ ഞാൻ കുടുങ്ങും, എന്നാ പിന്നെ എനിക്കത് വേണ്ട, ഞാനത് സ്വീകരിക്കില്ല എന്ന് ശപഥം ചെയ്ത് മുന്നോട്ട് നീങ്ങുക. പകരം ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മാതൃക സ്വീകരിക്കുക. അങ്ങനെയാ വേണ്ടത്. അതേത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ ഒരു മാർഗം അവലംബിക്കുകയാണെങ്കിൽ ആള് കുടുങ്ങൂല. എല്ലാ സംഗതികളിലും അങ്ങനെ സ്വീകരിച്ച. ഇപ്പൊ നാട്ടിലൊരാൾ സ്വീകരിക്കുന്ന ശൈലി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നാട്ടിലൊരാൾ സ്വീകരിക്കുന്ന ശൈലി ജനങ്ങളെല്ലാവരെയും അയാളെ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടിയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഒരു പാക്കറ്റ് ഭക്ഷണം കൊടുത്തിട്ട് എല്ലാവരോടും ആ പാക്കറ്റും വാങ്ങി എല്ലാവരും പൊയ്ക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് അങ്ങനെയാ മോഡലായി തോന്നിയത്. ഇവിടെ ഭക്ഷണം കഴിച്ച് നിങ്ങളെ പ്ലേറ്റ് കഴുകാനും നിങ്ങളെ വിളിച്ചിരുത്താനും അതിനൊന്നും നമ്മുടെ സൗകര്യമില്ല, എല്ലാവരും ഭക്ഷണം വാങ്ങി ഓൾറെഡി പൊയ്ക്കോളുക. നേർച്ചക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്തു വിടുകയാണ്. വീട്ടില് വിളിച്ച് വരുത്തിയ ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെ വിടുമ്പോ ഒരുപാട് പോരായ്മകൾ നമുക്കവിടെ കുറവുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടമായി പോകുന്നു. ഒന്ന്, ആ വന്ന ആളുകളൊക്കെ നമ്മുടെ അതിഥികളാണ്. അവരെ ബഹുമാനിക്കാനും സ്വീകരിക്കാനും സൽക്കരിക്കാനും കഴിഞ്ഞില്ല. എങ്ങനെ ബഹുമാനിച്ചിരുത്തണം? ഇരുത്തേണ്ട മാർഗങ്ങളിൽ അവരെ ബഹുമാനിച്ചിരുത്തണം. ഭക്ഷണം അവരെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് വിളമ്പിക്കൊടുക്കണം. മുന്നിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുപോയി വെച്ച് കൊടുക്കണം. ഭക്ഷണം ഒരു ചെമ്പിൽ വെച്ച് അതിൽ നിന്ന് അവരോട് വിളമ്പാൻ പറയാൻ പാടില്ല. അതൊക്കെ ലേറ്റസ്റ്റ് മോഡലായി വരും. പക്ഷേ ഇസ്ലാമിനത് മോഡലല്ല. അത് അപമര്യാദയാണ്. അതിഥിയോട് ചെയ്യുന്ന മര്യാദക്കേടാണ്. അതിഥിയെ ബഹുമാനിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ്. അയാൾ വന്ന് അങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കാൻ സ്ഥലമില്ലാതെ നിന്നു പോകരുത്. ഇരിക്കാൻ ചെയർ വേണം. സലാം പറഞ്ഞ് അവരെ സ്വീകരിച്ചിരുത്തണം. ആശ്വാസത്തിന് വന്ന രൂപത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുക്കണം, വെള്ളം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആതിഥ്യ മര്യാദകളൊക്കെ പഠിപ്പിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥി സൽക്കാരത്തിന്റെ മര്യാദകളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൈകൊണ്ട് സാറ ബീവിയുടെയും റളിയല്ലാഹു അൻഹാ കൈകൊണ്ട് ഭക്ഷണമുണ്ടാക്കിയിട്ട് ഒരു തളികയിൽ ആ ഭക്ഷണവും പിടിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നു. മുന്നിൽ അതങ്ങനെ വെച്ചു കൊടുക്കുന്നു.
ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുക്കുന്നു. ആരാണ് എന്ന് തിരിച്ചറിയാഞ്ഞിട്ട് പോലും അതിഥികളെ കിട്ടിയല്ലോ എന്ന ബഹുമാനം കൊണ്ട് എല്ലാ നിലക്കുമുള്ള വലിയൊരു ഭക്ഷണമുണ്ടാക്കി മുന്തിയ ഭക്ഷണം അവരെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ ഭക്ഷണം കഴിക്കാതെ കൈ സ്പർശിക്കാതെ മാറി നിൽക്കുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പേടി തോന്നി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നവരല്ല. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലേക്ക് അയക്കപ്പെട്ട മലക്കുകളാണ് ഞങ്ങൾ. അവരെ ശിക്ഷിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഇവിടെ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. ചെറിയൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരല്ല. ഭക്ഷണം കഴിക്കുന്നവരല്ലാഞ്ഞിട്ട് പോലും മനുഷ്യവേഷത്തിൽ വന്ന ആളുകളെ ഒരു പരിചയമില്ലാതെ എത്ര പെട്ടെന്നാണ് മഹാനവർഗർ സ്വീകരിച്ചത്. അവരെ സലാം പറഞ്ഞ് അവരെ ഇരുത്തി ഭക്ഷണം പാചകം ചെയ്ത് അവരെ മുന്നിൽ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചു കൊടുത്തു. അങ്ങനെയാണ് അതിന്റെ ബഹുമാനം. വന്ന ആൾക്കാരെ പാത്രവും കൊടുത്ത് വാരിയെടുത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും ചാരി നിന്ന് തിന്നാൻ വേണ്ടി പറയലല്ല, അത് ബഹുമാനക്കേടാണ്. അത് ചെയ്യാൻ പാടില്ല. അതിന് ലോകത്തുള്ള ഏതാള് എത്ര വലിയ അംഗീകാരവും സമ്മതവും കൊടുത്താലും ശരി, മുസ്ലിമിന് അത് പറ്റില്ല. അവൻ ആ മോഡല് ആളുകളെ ഭക്ഷണം കൊടുത്തിട്ട് എവിടെങ്കിലും ചാരി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇങ്ങനെ നടന്നിട്ടോ ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാട് അത് ഏറ്റവും മോശപ്പെട്ടതാണ്. അവനോട് ചെയ്യുന്ന അപമര്യാദയാണ്. അതിനേക്കാളും നല്ലത് ആരെയും സ്വീകരിക്കാതിരിക്കലാണ് നല്ലത്. അപ്പൊ ഒരു പക്ഷേ മോഡലായിട്ട് അങ്ങനെ പറയും, പക്ഷെ അതിന്റെ പിന്നാലെ പോകരുത്. മോഡൽ നമുക്ക് സംവിധാനിക്കുന്നിടത്തൊക്കെ ഇത്തിബാണ് പരിഗണിക്കേണ്ടത്. ഏത് മോഡലാണ് നമ്മൾ മുന്നോട്ട് മുന്തിക്കുന്നതെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും മഹാന്മാരുടെയും മാതൃകാ വിഷയത്തിൽ എന്താണോ അതാണ് അന്വേഷിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത്. എന്നാ പിന്നെ നമുക്ക് പിഴക്കേണ്ടി വരില്ല, നമുക്ക് തെറ്റേണ്ടി വരില്ല. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയല്ലേ മാതൃക സ്വീകരിച്ചത്. നിങ്ങൾ നോക്ക്, സാധാരണ എല്ലാവരും നമ്മുടെ നാട്ടിൽ കിട്ടൂല, എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയാൽ ഭക്ഷിക്കുന്ന ഒരു സാധനമാണ് ഉടുമ്പ്. ഭക്ഷിക്കൽ ഹലാലായതാ. ഉടുമ്പ് ഹലാലായ ജീവിയാണ്. ഈ ഉടുമ്പ് ശരിയാക്കിയിട്ട് അറുത്ത് വേവിച്ച് റെഡിയാക്കി മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ മഹാന്മാരെ കൂട്ടത്തിൽ നിന്ന് ഒരുവിധം ആളുകൾ അത് മുന്നിൽ കഴിക്കാൻ വേണ്ടി വെച്ചതാണ്. ഉടുമ്പിനെ ശരിയാക്കി വെച്ചതാ, വേവിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചപ്പോ അവരെ ചർച്ച, ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ടാറുണ്ട്. കാരണം തങ്ങൾ കഴിച്ചത് മാത്രമേ ഞാൻ ഈ ദുനിയാവിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ, താല്പര്യപ്പെടുന്നുള്ളൂ. കഴിക്കാത്ത ഒരു സംഗതി ഇത് മാത്രമല്ല, ഒന്ന് രണ്ട് സംഗതികളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, ആ കൂട്ടത്തിൽ ഇതും എനിക്ക് വേണ്ട. മറ്റൊരു കൂട്ടം മഹാന്മാരായ ആൾക്കാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമ്പിനെ ഇങ്ങനെ തങ്ങൾക്ക് കൊണ്ടുവന്ന് സൽക്കരിച്ചപ്പോ സ്വഹാബത്തിലേക്ക് ഇങ്ങനെ നീക്കിക്കൊടുത്തു, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അവര് കഴിച്ചു. അവര് കഴിക്കുന്നതിന് എതിർപ്പൊന്നും തങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ല. സ്വഹാബത്ത് കഴിച്ചപ്പോ പറ്റൂല എന്നല്ലല്ലോ തങ്ങൾ പറഞ്ഞത്, കഴിച്ചോളൂ എന്നല്ലേ, അതുകൊണ്ട് നമുക്ക് കഴിക്കാം. കഴിക്കുന്നതിന് വിരോധമൊന്നുമില്ല, കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല, ജായിസാണ്, ഹലാലാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ അവരെ കുറച്ചാൾക്കാരവിടെ എഴുന്നേറ്റ് പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചിട്ടില്ലല്ലോ എന്നത്. അങ്ങനെ ഇത്തിബാഉണ്ടല്ലോ സ്വഹാബത്തിൽ. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് തങ്ങൾ താമസിക്കുന്ന ഘട്ടത്തിൽ ഒരു ദിവസം മഹാനവറുകൾ നല്ല ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി. അന്ന് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി. പക്ഷെ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയാല് ആ ഭക്ഷണം ഇങ്ങനെ തളികയിൽ ഭക്ഷണം കൊണ്ടുപോയി ഒന്ന് വെച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേറെ ആരെങ്കിലും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഓരോ പാത്രത്തില്ല, ഒറ്റ പാത്രത്തിൽ.
ആ ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം എടുത്തുകൊണ്ടുവരുമ്പോ അവരുടെ കൈവിരൽ അടയാളം പതിഞ്ഞ സ്ഥലത്താണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഭാര്യയും കൈവച്ചുകൊണ്ട് ഭക്ഷണം വാരിക്കഴിക്കാറുള്ളത്. പക്ഷെ അന്ന് എവിടെയും ഒന്നും സ്പർശിച്ച ഒരു രൂപവും കാണുന്നില്ല, ഒരു വിരല് പോലും തൊട്ടത് കാണുന്നില്ല. ഭക്ഷണം അങ്ങനെ തന്നെ ഉണ്ട്. അതില് ആ ഭക്ഷണത്തില് ധാന്യങ്ങളുണ്ട്, മാംസമുണ്ട്, അതുപോലെ തന്നെ അത് പൊരിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഭക്ഷണമാണ്. പക്ഷെ തങ്ങൾ അതിൽ തൊടാത്ത രൂപം കണ്ടപ്പോ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പേടിച്ചു. മഹാനവറുകൾ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഭക്ഷണത്തിന് എന്താണ് കുഴപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല ഭക്ഷണമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഗതി അതിലുണ്ട്. ഞാനത് കഴിക്കുന്നത് എനിക്ക് വെറുപ്പാണ്. കാരണം മലക്കുകളോട് സംവദിക്കുന്ന ആളാണ് ഞാൻ. അവർക്കതിന്റെ വാസന ഇഷ്ടമില്ല. വേവിക്കാത്ത ഉള്ളി അതിൽ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. വേവിക്കാത്ത ഉള്ളി അരിഞ്ഞ് റെഡിയാക്കി നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് പല ഭാഗങ്ങളിലും അത് നിങ്ങൾ വെച്ചിട്ടുണ്ട്. അതെനിക്ക് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ അത് കഴിച്ചില്ല. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നത്, ആ രീതിയിലുള്ള ഭക്ഷണം തങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇനി എന്റെ ജീവിതകാലത്ത് എനിക്കും വേണ്ട. വേവിക്കാത്ത പച്ച ഉള്ളി തങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കാത്തത്, ഇഷ്ടപ്പെടാത്തത്, അതിന്റെ വാസന മലക്കുകൾക്ക് വെറുപ്പായത് കൊണ്ടാണ്. ഉള്ളി മാത്രം കഴിച്ചാല് അവരോട് സംവദിക്കാൻ ഒരു പ്രയാസം ഉണ്ട് എന്ന നിലക്ക് തങ്ങൾ ഉപേക്ഷിച്ചതാണ്. സഹോദരങ്ങളെ, വേവിച്ച ഉള്ളിക്ക് ആ പ്രശ്നം ഇല്ല. പച്ച ഉള്ളിയായതുകൊണ്ട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നു, അത്തരത്തിൽ മോഡൽ കൂടിയ ഭക്ഷണങ്ങൾ, ഈ പച്ച ഉള്ളി ചേർത്തിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇനി വേണ്ട. നമ്മുടെ വീട്ടിൽ അത് ഉണ്ടാക്കേണ്ട. തങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണം വേണ്ട. അവരങ്ങനെയാ തീരുമാനിക്കുന്നത്, അത് വേണ്ട. അവർ ഇത്തിബായിന്റെ ഒരു ശൈലിയാണ് അങ്ങനെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച അതേ ചെരുപ്പ് നോക്കിയിട്ടായിരുന്നു പിൽക്കാലത്ത് ചെരുപ്പ് വാങ്ങിയിരുന്നത്. വേറെ ചെരുപ്പൊന്നും ധരിക്കൂല. തങ്ങൾ ധരിച്ചിരുന്ന ചെരുപ്പ് നോക്കിയിട്ട് അതുപോലെ ചെരുപ്പ് തുന്നി റെഡിയാക്കി വിൽപ്പന നടത്തുന്ന ആളുകൾ അന്വേഷിച്ച് പിടിച്ച് ചെരുപ്പ് വാങ്ങുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്തിനാണ് ഈ ധരിക്കുന്നിടത്തും അതും ഇത്തിബാ ആണ്. സഹോദരങ്ങളെ, എല്ലാ തലങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഉമ്മമാരെ, പെങ്ങന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പരിഷ്കാരങ്ങൾ വന്നു ചേരുന്നത് അത് തഖ്വക്ക് പലപ്പോഴും ഭീഷണിയായി വരികയാണ്. പരിഷ്കാരങ്ങൾ പറ്റും, ദീനിന് എതിരാകാത്ത രൂപത്തിലാണെങ്കിൽ പറ്റും. അതേ സമയത്ത് മതത്തിന്റെ നിയമങ്ങൾക്ക്, ദീനിന്റെ നിയമങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾക്ക് എതിരാകുന്ന രൂപത്തിലാണോ, നമുക്കതുകൊണ്ട് നാശമാണ് ഉണ്ടായിത്തീരുന്നത്. നമുക്കതുകൊണ്ട് കാര്യമായ ഒരു ലാഭവും ലഭിക്കാനില്ല. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന നമ്മളെല്ലാവരും മുത്തഖീങ്ങളായി ജീവിക്കുന്നതിന് പ്രധാനമായും ഇൽമു സ്വീകരിക്കുമ്പോ രണ്ട് തരത്തിലുള്ള ഇൽമു നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും, പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ കരുത്താർജിക്കുന്നതിന് വേണ്ടി മുത്തഖി എന്നുള്ള ആ ഒരു പോസ്റ്റിൽ നിന്ന് നമ്മൾ തെറിക്കാതിരിക്കാൻ വേണ്ടി അതേ നിഷിദ്ധമായ കാര്യങ്ങൾ ഏതെല്ലാം വരുന്നുണ്ട് എന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ആലോചിക്കുകയും അതിനോടെല്ലാം രാജിയാവുകയും വേണം. കാരണം തഖ്വയുടെ രണ്ട് വശങ്ങളിൽ ഒന്ന് അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ വർജിക്കലാണ്. വിരോധിച്ച കാര്യങ്ങൾ ഓരോന്നും മോഡൽ മാറിയിട്ട് രൂപഭാവങ്ങൾ വ്യത്യസ്തമായ രൂപത്തിൽ
ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു, സ്വീകരിക്കാതെ അത് തള്ളി മാറ്റണം. അതിന് ഇൽമാണ് മുഖ്യമായും വേണ്ടത്. മറ്റുള്ള കാര്യങ്ങളെക്കാൾ അധികം ആ വിഷയ സംബന്ധിയായി ഇൽമു വേണം. നമുക്കത് ഹറാമാണോ എന്നാ പിന്നെ ഒരു രംഗത്തും നമുക്കത് പാടില്ല. ഹറാമായതല്ലേ, നമ്മളത് സ്വീകരിക്കാൻ പാടില്ല, ഉപേക്ഷിക്കണം. കഴിവിന്റെ പരമാവധി ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആർജവം കാണിക്കണം. അതിൽ കുടുങ്ങിപ്പോയാൽ, ഏതെങ്കിലും ഒന്നിൽ വീണുപോയാൽ നമ്മൾ ആ പരിധിയും പരിമിതിയും മുറിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി നിശ്ചയിച്ച പരിധിയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ വ ഇന്ന ലികുല്ലി മലികിൻ ഹിമൻ, ഓരോ രാജാവിനും ഓരോ അതിർത്തിയുണ്ട്. ആ അതിർത്തി തർക്കങ്ങളിലാണ് കാര്യമായിട്ട് പലപ്പോഴും അതിർത്തി വേദിച്ചു കടന്നു എന്ന് പറഞ്ഞ സംഘട്ടനങ്ങളും തിരിച്ച് അങ്ങോട്ട് സ്ഫോടനങ്ങളും പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. കടലിനും കരക്കും അതിർത്തി നിശ്ചയിച്ച് കാത്തിരിക്കല്ലേ എല്ലാ ഭാഗങ്ങളിലും കാവൽ ഭടന്മാര്. ഏതെങ്കിലും ഒരു അതിർത്തി മുറിച്ചു കടന്നാൽ അപ്പ പിടിക്കും, ആളെ പിടികൂടും. അതിർത്തി മുറിച്ചു കടന്നു എന്നുള്ള കുറ്റം കൊണ്ട് തന്നെ അയാളെ ഇന്ത്യക്ക് വെച്ച അതിർത്തി ഉണ്ട്, ആ അതിർത്തി ഇങ്ങോട്ട് കടന്നു, ആളെ പിടികൂടും. അത് കടലിലാണെങ്കിലും കൂടും, കരയിലാണെങ്കിലും കൂടും. മറ്റു രാഷ്ട്രങ്ങളും അതന്നല്ലേ, അതിർത്തിയിലല്ലേ വല്ലാതെ സുരക്ഷ വർദ്ധിപ്പിച്ച് കാത്തിരിക്കുന്നത്. ഓരോ രാജാവിനും ഓരോ അതിർത്തിയുണ്ട്, പരിധിയുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരിധി, അല്ലാഹു വച്ച അതിർത്തി മഹാരിമുഹു, ഹിമല്ലാഹി മഹാരിമുഹു, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വീണാൽ അടുത്തതിലും വീണുപോകും, അടുത്തതിലും വീണാൽ അടുത്തതിലും വീണുപോകും. അതേ വീഴാതിരിക്കാനുള്ള നല്ല ഈമാനും സൂക്ഷ്മതയുള്ള രീതിയിലുള്ള ഹയാവും മുഅ്മിനീങ്ങളെ നമുക്കെല്ലാവർക്കും ഉണ്ടായിത്തീരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഹയാ വേണം, ലജ്ജ വേണം, നാണം വേണം, നാണിക്കേണ്ടതുപോലെ നാണിക്കണം. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ഇന്നാല നസ്തഹി വൽഹംദുലില്ലാ, നമുക്കൊക്കെ നാണുണ്ടല്ലോ, ലജ്ജ ഉണ്ടല്ലോ. അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങളാ വിചാരിച്ചതല്ല. യഥാർത്ഥത്തിലുള്ള ഹയാ എന്ന് പറഞ്ഞാൽ നീ നിന്റെ തലയെ സൂക്ഷിക്കണം. ആ തല എന്തെല്ലാം ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന് സൂക്ഷിക്കണം. തല എന്തെല്ലാം കാര്യങ്ങൾ പറ്റാത്തതൊക്കെ പലതും തലയിൽ, നിന്റെ കൂടെയുള്ള ഉപകരണത്തിലുള്ള മെമ്മറി കാർഡിനേക്കാളും മെമ്മറി പവർ തലക്കുണ്ട്. എത്ര ജീവി കണ്ടെടുത്താലും അതിനേക്കാളും വലുത് സൂക്ഷിക്കാനുള്ള കഴിവ് തലക്കുണ്ട്. തലയിൽ പഠിച്ചു വെക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും പറ്റുന്നതാകണം. പറ്റാത്ത ഒന്നും തലക്കകത്ത് സൂക്ഷിക്കരുത്. നിന്റെ പള്ളയെ നീ സൂക്ഷിക്കണം. ആ പള്ളയിലേക്ക്, വയറ്റിലേക്ക് എന്തെല്ലാം ഒരുമിച്ച് കൂടുന്നുണ്ടോ അതും സൂക്ഷിക്കണം. പറ്റാത്ത ഒരു പാനീയവും ഉള്ളിലേക്ക് പോയിക്കൂടാ, പറ്റാത്ത ഒരു മാംസവും ഉള്ളിലേക്ക് പോയിക്കൂടാ. പറ്റാത്ത പാനീയങ്ങളും വിൽപ്പന നടത്തപ്പെടുന്നുണ്ട്, പറ്റാത്ത മാംസങ്ങളും വിൽപ്പന നടത്തപ്പെടുന്നുണ്ട്. നഊദുബില്ലാഹ്. നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതെനിക്ക് കഴിക്കാൻ പാടില്ല. എന്തേ കാരണം? അല്ലാഹ് ഹറാമാക്കിയതാണ്. നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ്, പന്നി ഇറച്ചി. അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പലരും. തിന്നോക്കിയില്ല, തിന്നോക്കാൻ പറ്റൂലല്ലോ. പക്ഷേ എത്ര ടേസ്റ്റ് ഉള്ളതാണെങ്കിലും നമുക്ക് പാടില്ല. അള്ളാഹുവിനോടുള്ള ഹയാ കൊണ്ട് അല്ലാഹു തആല നിഷിദ്ധമാക്കിയതാണ്. എത്ര സൗന്ദര്യം കൂട്ടി വന്നാലും ശരി, എല്ലാവരും അത് തിന്നുന്ന ഒരു നാട്ടിലാണ് നമ്മൾ എത്തിയത്. എന്നാലും ആ പഴയ കാലത്ത് ആളുകളൊക്കെ പറയുന്ന ഒരു വരി ഉണ്ടല്ലോ, ആ വരിക്കനുസരിച്ച് തിന്നാൻ പാടില്ല. അങ്ങനെ പറയില്ല ആൾക്കാർ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ പോയാൽ എന്ത് കഷ്ടം തിന്നണമെന്നാ? ആ തിന്നും നടുക്കഷ്ണം.
നിങ്ങൾ ചെന്നിറങ്ങിയ നാട്ടില് എല്ലാവരും പന്നി തിന്നുന്നവരാണ്. വിട്ടുപോകരുത്. ഇലകൾ എടുത്ത് ഭക്ഷിക്കുക. നല്ല ഇലകൾ ഉണ്ടാകും, ഭക്ഷിക്കാൻ പറ്റിയ ഇലകൾ. ഭൂമിയിലൂടെ അള്ളാഹു മുളപ്പിച്ചു തരുന്നത്. കേടില്ലാത്ത ഇലകളൊക്കെ നുള്ളിയെടുത്ത് കഴുകി വൃത്തിയാക്കി അത് വേവിച്ചുകൊണ്ട് കഴിക്കുക. ആരോഗ്യവും പുഷ്ടിയുമെല്ലാം അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. തൽക്കാലം അവിടെ വേണ്ടാന്ന് വെക്കണം. അങ്ങനെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു താമസിച്ച നാട്ടില് മഹാനവറുകൾ ആട്ടിറച്ചി കഴിക്കാറില്ലായിരുന്നു. ആട്ടിറച്ചി ഹലാലല്ലേ? ഹലാലാണ്. പക്ഷെ മഹാനവറുകൾ കഴിക്കാത്ത എന്താണെന്നറിയാം? അവരെ തഖ്വന്റെ ആ ഡിഗ്രിയാ ഞാൻ പറയുന്നത്. എന്താ കഴിക്കാത്തത്? അവിടെ ഉള്ള ചില ആടുകളെ കൂട്ടത്തിൽ ചില ആടുകള് പുറത്തുള്ള സകാത്ത് കൊടുക്കേണ്ട ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് ചില ആടുകൾ അവിടെ വന്ന് ഇടയിൽ കുടുങ്ങിപ്പോയി എന്നൊരു വാർത്ത പരന്നു. എന്നാ വേണ്ട, ആട്ടിറച്ചി വേണ്ടാന്ന് പറഞ്ഞു. ഇതാണെങ്കിലോ ആടാണെങ്കിലോ വേണ്ട 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 തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു. ആടിനെ വിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചു, ആടുകൾക്ക് താൽക്കാലികമായിട്ട് എത്ര കൊല്ലത്തെ ആയുസ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഒരു 7 കൊല്ലം കണക്ക് കൂട്ടാന്ന്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞ 7 കൊല്ലവും വേണ്ട, ആ 7 കൊല്ലവുമായ ഇറച്ചി വേണ്ട. എന്തൊരു ഖൗഫാണത്, എന്തൊരു തഖ്വയാണത്. അതുകൊണ്ട് ബത്തുനെ സൂക്ഷിക്കണം. പറ്റാത്തത് ആ ബത്തുനിലേക്ക് കടത്തി വിട്ടേക്കരുത്. നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. നമ്മുടെ ഈ ബത്തുന് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല, നമ്മുടെ തഖ്വയുടെയും പ്രധാനപ്പെട്ട കേന്ദ്രം ബത്തുനാണ്. ബത്തുന് കേടുവന്നാൽ അമലുകളൊന്നും നന്നായി കിട്ടൂല. മുർസലീങ്ങളോട് അല്ലാഹു തആല പറഞ്ഞ പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം നമ്മളോടും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സാലിഹാ. മുർസലീങ്ങളെ, ഹലാലിൽ നിന്ന് മാത്രം ഭക്ഷിക്കുക, എന്നിട്ട് നിങ്ങൾ സുഹൃതങ്ങൾ ചെയ്യുക. ഹറാമായ സമ്പാദ്യം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മീയതയെയും മൊത്തം നശിപ്പിക്കുന്നതാണ്, ഈമാനിനെ തകർക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമ്പാദ്യത്തിന്റെ കൂട്ടത്തിൽ, ഹറാമായ സമ്പാദ്യത്തിന്റെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞില്ലേ, ലഅനല്ലാഹുൽ വാശിമത വൽ മുസ്തൗശിമ. പച്ച കുത്തുന്ന പെണ്ണിനെയും അത് കുത്താൻ വേണ്ടി പോയി കൊടുക്കുന്ന പെണ്ണിനെയും അല്ലാഹു തആല ലഅനത്ത് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് കിട്ടുന്ന സമ്പാദ്യം ഹലാലായ സമ്പാദ്യമല്ല. ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില. വെപ്പ് മുടി വെക്കുന്നവളെയും അത് വെച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു പോകുന്നവളെയും അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഹദീസിൽ കാണാം, ലഅനല്ലാഹുൽ മുസവ്വിർ. അതും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്, സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു വിദ്യയും നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. പലരും അതിന്റെ മാർഗത്തിലൂടെയും ഉണ്ടാക്കുന്നുണ്ട് സമ്പാദ്യം. അതിന് ടൈലറിങ്ങിന്റെ പുറമെ വേറൊരു പേരും കൂടി ഉണ്ട്, എംബ്രോയിഡറി എന്നുള്ള പേര്. അത് ചിലതൊക്കെ നൂലുകൊണ്ടും മറ്റുമൊക്കെ വരച്ച്, കളർ കൊണ്ടൊക്കെ വരച്ച് റെഡിയാക്കിയിട്ട് ആ കളർ പോകാത്ത കളറാണ്, വസ്ത്രത്തിൽ പിടിപ്പിക്കാനാണ്. ഒരു കുതിരയെയും ഒരു കഴുതയെയും പിന്നെന്താ അതൊക്കെ അതിൽ പിടിപ്പിക്കാനാണ്. അങ്ങനെ ആ കുതിര അങ്ങനെ ഓടുന്ന രീതിയിലുള്ളൊരു ബനിയൻ, മറ്റേതും കൊണ്ട് ചാടുന്ന രീതിയിലുള്ളത്. ആ തസ്വീർ, ആ ചിത്രീകരണം അത് ശരിയല്ല. അതിന്റെ സമ്പാദ്യം ശരിയല്ല. സമനുൽ കൽബ് നമുക്ക് പാടില്ലല്ലോ, സമനുദ്ധം അതും പാടില്ല.
രക്തം വിറ്റിട്ട് അതിന്റെ കാശ് വാങ്ങിക്കുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റാണ്, നിഷിദ്ധമാണ്. നായയെ വിറ്റുകൊണ്ട് അതിന്റെ കാശ് വാങ്ങുന്നതും തെറ്റാണ്. കുറച്ച് ഊട്ടിന്നൊക്കെ കുറച്ച് കൊണ്ട് കുറച്ച് തടിയിലിനെ വളർത്തിയിട്ട് നല്ല കൊഴിപ്പിച്ചിട്ട് ഉഷാറാക്കിയാൽ വാങ്ങാൻ എത്ര ആൾക്കാർ വരും? അല്ലാ തടിച്ച് ഉരുണ്ടിന്റെ പേരില് ഊട്ടിനായ എന്നല്ല പേരിന്റെ അങ്ങനെ പറയുന്നത് തോന്നുന്നുണ്ട്. എന്നൊക്കെ കാശ് കൊടുത്ത് വാങ്ങില്ല ആളുകൾ ഇഷ്ടം പോലെ. സഹോദരങ്ങളെ, സമ്പാദ്യങ്ങൾ അങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ടാണ് നീ കഴിക്കുന്നത് നീ സൂക്ഷിക്കണം. നിന്റെ ഉൾഭാഗത്തെ നിന്റെ ബത്തുനെ നീ കേടുവരുത്തരുത്. കേടുവരുത്തിയാൽ പിന്നെ നിനക്ക് ഈമാനും ഹയാവും ഉണ്ടാവുകയില്ല. ആ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ് തന്നെയാണ് റിബയും. നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. പലിശ കൂടിക്കൂടി വരികയാണ്. എല്ലാ സംഗതികൾക്കും അതേ നിർബന്ധിതമായി കുടുങ്ങിയ ആളുകൾ മാത്രമല്ല, അതൊരു വഴിയായി ജീവിതത്തിന്റെ മാർഗമായി കണ്ട് ലാഭം കിട്ടുന്ന, ലാഭം എടുക്കുന്ന പലിശ വിഹിതം കൊണ്ട് തന്നെ ജീവിതത്തിന്റെ മാർഗങ്ങളൊക്കെ നീങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. വീട്ടുകാരെ മുഴുവനും ഭക്ഷിപ്പിക്കുന്നതും നിത്യജീവിതത്തിന്റെ ചെലവ് കഴിയുന്നത് വരെ 4-5 സ്ഥലങ്ങളിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കാശിന്റെ ഇൻട്രസ്റ്റ് ആണ്. അത് 4 മാസം കൂടുമ്പോ വാങ്ങുമ്പോ 4 മാസം വാങ്ങുമ്പോ ഒരു സംഖ്യയുണ്ടാകും. അതുകൊണ്ട് വീട്ടിലേക്ക് ഒരു മാസത്തെയോ മറ്റോ സാമഗ്രികളൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ്. ഉമ്മമാരെ, നിങ്ങളും ശ്രദ്ധിക്കണം. മുമ്പ് കാലങ്ങളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ ആളും ഇതിലേക്ക് വിധേയപ്പെട്ടില്ലായിരുന്നു. ഇപ്പോൾ ധാരാളം പേര് ആ വിഷയത്തിൽ പോയി പെട്ടിട്ടുണ്ട്. ചിലരാ വിഷയത്തിന്റെ അധ്യക്ഷന്മാരും തലവന്മാരുമായി മാറിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്, നന്നായി ശ്രദ്ധിക്കണം. വേണ്ട, നമ്മുടെ പള്ളയുടെ അകത്തേക്ക് പറ്റുന്നത് മാത്രമേ നമ്മൾ കഴിക്കാവൂ. എത്ര വലിയ മഹാന്മാരും നൽകിയ ഉപദേശം അത് തന്നെയാണ്. എത്ര വലിയ ഈമാനോടെ നടന്നവരല്ലേ അസ്ഹാബുൽ കഹ്ഫ്. അവര് ചെറുപ്പക്കാരല്ലേ സഹോദരങ്ങളെ. താടിയും മീശയും മുളക്കാത്ത ചെറുപ്പക്കാരായ അസ്ഹാബുൽ കഹ്ഫ് 7 പേര് നാട്ടിൽ നിന്ന് രാജാവിന്റെ അതിക്രമം ഭയന്ന് നാട് വിട്ടുപോയി. അവരൊരു ഗുഹയിൽ താമസിച്ചപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വെയിലും മഴയും ഏൽക്കാതെ അവരെ ശരീരത്തിന് നല്ല ഭംഗിയോടെ അല്ലാഹു കാത്തു സൂക്ഷിച്ചത് 1-2 വർഷമല്ല, 300 വർഷമാണ്. ആ 300 വർഷം സുഗമമായി അവര് വിശ്രമിച്ചവര് എഴുന്നേൽക്കുമ്പോ വിശപ്പ് തോന്നിയ സമയത്തും അവരൊരാളെ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന സമയത്ത് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്ന ആളുകളോട് ഉപദേശം, ഫബഅസൂ വഹദകും ബിവരിഖികും ഹാദിഹി ഇലൽ മദീന ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമാ فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا. നാട്ടുകാരും അറിയാതെ സ്വകാര്യമായി പോയിട്ട് അവരെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് പഴയ കാലത്ത് നമ്മളെ കുഫിരിയത്തിന് നിർബന്ധിച്ച രാജാവ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ്. ആ രാജാവൊക്കെ മരിച്ചു, നൂറ്റാണ്ടുകൾ എത്രയോ കഴിഞ്ഞു. പക്ഷേ സുഖജീവിതത്തിൽ അവരത് അറിഞ്ഞിട്ടില്ല. എഴുന്നേറ്റപ്പോ അവർക്ക് വിശപ്പ് തോന്നിയപ്പോ കൂട്ടത്തിൽ ഒരാളെ കറൻസിയുമായി പറഞ്ഞേക്കുമ്പോ കൊണ്ടുവരാൻ പോകുന്ന ആളുകളോട് കൊടുക്കുന്ന നിർദ്ദേശം, ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമാ. ഹലാലായ ഭക്ഷണം ഏതാണ് നോക്കിയിട്ട് വാങ്ങിക്കൊണ്ടുവരണം. എന്താ അങ്ങനെ പറയാൻ കാരണം? അന്നത്തെ കാലത്ത് ബീഫ് സ്റ്റാളുകളും മറ്റുമൊക്കെ അധികം കൈകാര്യം ചെയ്തിരുന്നത് അറവ് ശരിയല്ലാത്ത ആളുകളായിരുന്നു, മജൂസികളും മറ്റുമായിരുന്നു. അവർക്ക് അറക്കാൻ അറിയില്ല. അവരേതെങ്കിലും ഭാഗത്തൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കിയിട്ട് പൊളിച്ചു കൊടുക്കും. നമുക്ക് പോരെ തിരക്കാണ്, സമയമല്ല. കോഴിപ്പീടി നോക്കുമ്പോ ഇറച്ചി ഉണ്ടാ, ഇറച്ചി തൂക്കിയാണ്. ആരാ അറുത്ത്? എവിടെ അറുത്തത്? അല്ല, ചത്ത കൂട്ടത്തിൽ ഒന്നെടുത്തോണ്ട് റെഡിയാക്കി തന്നതാ. സാധ്യത പറയാലോ,
തള്ളിക്കളയോ? നീ അറുത്ത് റെഡിയാക്കിയിട്ട് വേണ്ടേ കൊണ്ടുപോകാൻ? നിനക്ക് ഇറച്ചി കിട്ടിയാ മതി, അതിങ്ങനെ നടന്നു ഇരുന്നു ഇങ്ങനെ റെഡിയായി വേവിക്കുന്ന രൂപത്തിലായാൽ മതി. ആരർത്താലും കുഴപ്പമില്ല, എങ്ങനെ അർത്താലും കുഴപ്പമില്ല. അറുത്തിട്ട് തല വേർപെട്ടു പോയാൽ തന്നെ കറാഹത്തല്ലേ? ആദ്യം അറുത്തുകണോ? ഹയാത്ത് തന്നെ ഉണ്ടോ? അവരർക്കിലിറച്ചി എത്ര പെട്ടെന്ന് നമ്മളെ ആൾക്കാരൊക്കെ വാങ്ങിപ്പോൾ അല്ലേ? ഓ പെരുന്നാളൊക്കെ ഇതാ വാങ്ങല്, ഇതാ കൊണ്ടുപോല്. ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും 2 കിലോ കോഴി കിട്ടിയാൽ മതി, കോഴി ഇറച്ചിയായാ മതി, വേറെ ഒരു കുഴപ്പമില്ല. രാവിലെ വെളുപ്പാൻ കാലത്ത് പോകുന്ന വണ്ടിയിൽ നിന്ന് തട്ടിറക്കി വെക്കുമ്പോ നോക്കണം, പലപ്പോഴും നോക്കോളൂ. കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്ര കോഴികളാ പുറത്തേക്ക് ഒഴിവാക്കേണ്ടി വരുന്ന കോഴികളുള്ളതില്. കാറ്റ് തട്ടിയിട്ടും മറ്റു ഇളകിയിട്ടും മറ്റുമൊക്കെ പണി പോയ കോഴികൾ എത്ര ഉണ്ട്? ആ കോഴികളെല്ലാം തൊലിരിഞ്ഞ് റെഡിയാക്കിയിട്ടൊന്ന് പീസാക്കി വെച്ചാൽ ഇറച്ചി ആവശ്യമുള്ള ആൾക്കാർ അതും കൊണ്ടുപോകും. ആർക്കെങ്കിലും അത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റൂല. പക്ഷെ അതൊക്കെ പറ്റൂല എന്നുള്ള നല്ല കുറ്റിയുറപ്പുള്ള ആളല്ലേ ചിന്തിക്കുള്ളൂ. അറിവ് ശരിയല്ലാത്ത ആൾക്കാരാണ് അന്ന് ഇറച്ചി കച്ചവടം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അസ്ഹാബുൽ കഹ്ഫ് പറയുന്നത്, നല്ല നിലക്ക് ഹലാലായ രീതിയിൽ അറുത്ത മാംസങ്ങളൊക്കെ വേവിച്ച ഭക്ഷണമാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കൊണ്ടുവരാൻ. അറിവറിയാത്ത ആൾ അർത്ഥം എങ്ങനെ ഉണ്ടാവും? അത് കൊറുജീവനായി മരിച്ചിട്ടുണ്ടാവും, പകുതി ജീവനിൽ പടഞ്ഞ് റെഡിയാക്കി മരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലത് തലക്കൊരു മേട്ടം വേണ്ടിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ കൊന്നേ പറയാനുള്ളൂ, അറുത്ത് എന്ന് പറയാനല്ല, കൊന്നേ പറയാനുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ തോലും കീച്ചി. സഹോദരങ്ങളെ, അങ്ങനെ സാധ്യതകളൊന്നും ഇല്ലാത്ത വിധമുള്ള ഭക്ഷണം അതാകണം നമ്മുടെ വയറ്റിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്, കുടുംബത്തിലേക്ക് കൊടുക്കേണ്ടത്. അസ്ഹാബുൽ കഹ്ഫ് ഉണർന്നപ്പോഴും പറഞ്ഞ വാക്കങ്ങനെയാണ്, ഹലാലായത് മാത്രമേ വാങ്ങിക്കൊണ്ടുവരാവൂ. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ഈമാന് നശിച്ചു പോകരുത്, ഇഖ്ലാസ് പോയി പോകരുത്. ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമാ, ഹലാലായി എന്ന് പൂർണ്ണമായും ഉറപ്പുള്ള രീതിയിലുള്ള നല്ല ഭക്ഷണം ഏതെന്ന് നോക്കിയിട്ട് അത് വാങ്ങിക്കൊണ്ടുവരണം, അതേ ഭക്ഷിക്കാൻ പറ്റൂ. എവിടെയും ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ്. വീടകങ്ങളിൽ മാത്രമല്ല, പുറത്തു പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. സൂക്ഷ്മതയോടെയാണ് കഴിക്കേണ്ടത്. കഴിക്കുന്നത് മോശമായാൽ തഖ്വ കുറഞ്ഞു പോകും, ഇഖ്ലാസ് കുറഞ്ഞു പോകും. കണ്ടില്ലേ, ഇജാബത്ത് കുറഞ്ഞു പോകും, സ്വീകാര്യത കുറഞ്ഞു പോകും. എത്ര ആളുകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എത്ര ആളുകളുണ്ട് അവരുടെ ഭക്ഷണം ഹറാമാണ്, പാനീയം ഹറാമാണ്, ധരിച്ചത് ഹറാമാണ്, ഹറാമിലായിട്ട് നിറഞ്ഞ ജീവിതമാണ്. അവൻ എങ്ങനെ ഉത്തരം നൽകപ്പെടാനാ? അതുകൊണ്ട് കഴിക്കുന്നത് ഹറാമാകരുത്. ഇബാദത്തിന് തീരെ ലദ്ദത്ത് ലഭിക്കുകയില്ല. ഒരു ചെറിയ ധാന്യം എടുത്തത് മാറിപ്പോയപ്പോ, ഇബാദത്തിന്റെ മധുരം നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മയോട് വന്ന് ചോദിച്ചുകൊണ്ട് അത് തിരുത്തിയിട്ട് പൊരുത്തപ്പെടിച്ചിട്ട് ഇബാദത്തിന്റെ മാധുര്യം എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ മഹാരഥന്മാരില്ലേ പഴയകാലത്ത് ജീവിച്ചു പോയവരിൽ? അവരെത്ര സൂക്ഷ്മതയോടെ കഴിഞ്ഞവരാണ്. സ്വന്തം ഉമ്മയോട് വന്ന് ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, പഴയകാലത്ത് ജീവിച്ച മഹാന്മാരിൽ വലിയൊരു മഹാൻ, ഉമ്മ ഞാൻ ഇബാദത്തെടുത്ത് എത്ര നിസ്കരിച്ചിട്ടും എന്റെ നിസ്കാരത്തിന് എനിക്കൊരു മധുരം ലഭിക്കുന്നില്ല. ദ്വാരുന്നിട്ട് കണ്ണീരൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് എന്റെ മനസ്സിനൊരു സംതൃപ്തി വരുന്നില്ല. ഒരു വിധേയത്വവും വിനയവും എനിക്ക് കൂടി കിട്ടുന്നില്ല. ഇബാദത്തുകളിൽ എനിക്ക് താല്പര്യം നന്നേ കുറഞ്ഞു പോവുകയാണ്. ഉമ്മയോട് പറയുന്നു, ഉമ്മ, ആർക്കെങ്കിലും പൊരുത്തമില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം നിങ്ങൾ ഭക്ഷിച്ചിരുന്നോ? ഉമ്മ ആലോചിച്ചു നോക്കുന്നു.
ഏറെ ആലോചിച്ച ശേഷം പറഞ്ഞു, മോനെ, നിന്നെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് അയൽപക്കത്തെ ഒരു വീട്ടിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ അവിടെ ഉണക്കാനിട്ടിരിക്കുന്ന ചോളമുണ്ട്. ആ ചോളത്തിൽ നിന്ന് ഒന്ന് രണ്ട് മണികൾ എടുത്ത് ഞാൻ എൻ്റെ വായിലിട്ട് ഒന്ന് ചവച്ചിരുന്നു. ഒരു രസമല്ലേ എന്ന് കരുതിയിട്ട് ഉമ്മാനോട് മകൻ പറയുന്നു, നിങ്ങൾ അവിടെ പോകണം, ആ വീട്ടുടമയോട് അത് പറയണം, പൊരുത്തപ്പെടിക്കണം, എന്റെ ഇബാദത്തിന് എനിക്ക് മധുരം വരുന്നില്ല, നിസ്കരിച്ചിട്ടോ മറ്റു കാര്യങ്ങളിലോ ഒന്നും റാഹത്ത് ലഭിക്കുന്നില്ല. ഉമ്മ പോകുന്നു, ആ കുടുംബക്കാരോടത് പറയുന്നു, പൊരുത്തപ്പെടിക്കുന്നു, തിരുത്തുന്നു. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ അനുഭവിച്ച ഇബാദത്തിന്റെ മറ്റൊരു സുഖമുണ്ട്. സഹോദരന്മാരെ, നാവ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒന്നാണ്. നാവിലൂടെയുള്ള നീരൊക്കെ ഇറങ്ങുന്നത് വയറ്റിലേക്കാണ്. ആ നാവിലൂടെ നല്ലത് പറഞ്ഞുകൊണ്ടുള്ള നീരാകണം ഇറങ്ങേണ്ടത്. നന്മയല്ലാത്തത് പറഞ്ഞിട്ടത് കലർന്ന നീരിറങ്ങുമ്പോ അതും നമ്മുടെ വയറ്റിനൊരു രോഗം തന്നെയാണ്, വയറ്റിനൊരു ശ്രദ്ധക്കുറവ് തന്നെയാണ്. നല്ലത് പറഞ്ഞുകൊണ്ടുള്ള നീരാകണം നാവിലൂടെ ഇറങ്ങേണ്ടത്. ബത്തുന്നെ, നിന്റെ വയറിനെ നീ സൂക്ഷിക്കണം. അതിന്റെ ചുറ്റുഭാഗങ്ങളും അഥവാ നിന്റെ വായ, അതുപോലെ തന്നെ നിന്റെ നാവ്, നിന്റെ പല്ല് തുടങ്ങി അതിനെ ആവരണം ചെയ്തിരിക്കുന്ന അവയവങ്ങളും അതും നീ ശ്രദ്ധിക്കണം, നീ സൂക്ഷിക്കണം. അതാണ് ഹയാ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹയാ ഉണ്ടോ അന്തദ്കുറൽ മൗത വൽ ബിലാ, എപ്പോഴും മരണം നിന്റെ ഓർമ്മയിൽ വേണം, ജീർണിക്കുന്നൊരവസ്ഥയും നിന്റെ ഓർമ്മയിൽ വേണം. ജീവിതത്തിന്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ വർദ്ധിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ ശരീരം തന്നെയാണ് മണ്ണിൽ കൊണ്ടുപോയി വെക്കേണ്ടത്. ഈ ശരീരത്തിന്റെ മേലെയാണ് മണ്ണ് വരേണ്ടത്. ഈ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലൂടെയാണ് മണ്ണ് കയറി വരേണ്ടത്. ഈ കണുപ്പുകളൊക്കെ ഒരു ഭാഗം കഴിഞ്ഞാൽ മറ്റൊരു ഭാഗം പിന്നീട് മണ്ണങ്ങനെ കവർന്നെടുക്കൂലേ എന്നൊരു ചിന്ത എപ്പോഴും നിന്റെ മനസ്സിൽ വേണം. ആഖിറത്തിലെ സുഖം ഉദ്ദേശിച്ചുകൊണ്ട് ദുനിയാവിന്റെ ആഡംബരം ഒഴിവാക്കി ജീവിക്കണം. അതാണ് യഥാർത്ഥ ഹയാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പറയാൻ പറ്റാത്തത് പറയാതിരിക്കുന്നത് ഹയാ ആണ്. ഭക്ഷിക്കാൻ പറ്റാത്തത് ഭക്ഷിക്കാതിരിക്കുന്നത് ഹയാ ആണ്. നോക്കാൻ പറ്റാത്തത് നോക്കാതിരിക്കുന്നത് ഹയാ ആണ്. അങ്ങനെ ഒരു ഹയാഓടെ ജീവിക്കുന്ന ആളാണോ അവന്റെ ഈമാനിന് വലിയ നിലവാരം ഉണ്ട്. വിശുദ്ധ ഇസ്ലാമിൽ മുസ്ലിംകൾക്ക് ഏറ്റവും അധികം കാണേണ്ട ഒരു സ്വഭാവവും ഹയാ ആണ്. ലികുല്ലി ദീനിൻ ഖുലുഖുൻ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. എല്ലാ മതക്കാർക്കും ഓരോ സ്വഭാവമുണ്ട്. ഇസ്ലാമിന്റെ സ്വഭാവം അത് അൽ ഹയാ, അത് നാണമാണ്, ലജ്ജയാണ്. ചെയ്യാത്ത കാര്യങ്ങളിൽ പ്രവേശിക്കാൻ വല്ലാത്ത മനസ്സിനൊരു വിരക്തിയാണ്, പേടിയാണ്. ആ വിരക്തിയും പേടിയും നിലനിർത്തണം എപ്പോഴും. ഞാൻ ഇതുവരെ കാണാത്ത ഒരു സംഗതിയാണ്, എന്നാൽ എന്റെ ജീവിതത്തിൽ ഇനി അത് കാണേണ്ടതില്ല എന്ന് തന്നെ തീരുമാനിക്കണം. അതല്ല ഇക്കൊല്ലം അതൊന്ന് കണ്ടോട്ടെ എന്ന് ചിന്തിക്കരുത്. ആ കാഴ്ച ഹറാമാണോ, നീ ഇതിന് ഉത്സാഹം പ്രകടിപ്പിക്കരുത്, നീ ഇതിന് താല്പര്യവും വഴിയും ഒരുക്കരുത്. പിറകോട്ട് മാറിയേക്കണം. അങ്ങനെ തിന്മകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നൊരു ഹയാ നമ്മുടെ ജീവിതത്തിന്റെ കൂടെ പിറപ്പായി മാറണം. സുബ്ഹാനല്ലാഹ്. പഴയകാലത്ത് ജീവിച്ച മഹാന്മാരിൽ എത്രയോ തെറ്റുകുറ്റങ്ങൾക്ക് നിർബന്ധിപ്പിക്കപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അവര് മാറി നിന്നത് ഇതുവരെ എന്റെ ശരീരത്തിന് പതിവില്ലാത്തതാണ്, അതുകൊണ്ട് ഇനി എന്നോടങ്ങനെ പതിവാക്കാൻ പറയരുത്, എനിക്കതിന് സാധ്യമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, ബനൂ ഇസ്രായേലിൽ ജീവിച്ചൊരു ഉമ്മ, ആ ഉമ്മയുടെ പേര് സാറ എന്നാണ്. ആ ഉമ്മക്ക് 6 മക്കളുണ്ട്. 6 മക്കളെയും ഈ ഉമ്മയെയും ആ കാലഘട്ടത്തിലെ രാജാവ് വലിയൊരു പരീക്ഷണത്തിന് വിധേയമാക്കി. പന്നിമാംസം തിന്നണം എന്ന് പറഞ്ഞു. തിന്നിട്ടില്ലെങ്കിൽ കൊല്ലും.
ഉമ്മാനങ്ങനെ നിർത്തിയിട്ട് മൂത്ത മകനെ കൊണ്ടുവന്നു, മൂത്ത കുട്ടിയെ കൊണ്ടുവന്നു, മോനെ കൊണ്ടുവന്നു. പന്നിമാംസം അങ്ങനെ റെഡിയാക്കി വെച്ചു. തിന്നാൻ പറഞ്ഞു രാജാവ്. തിന്നാൻ പറ്റൂല, അല്ലാഹ് ഹറാമാക്കിയതാണ്, എനിക്ക് തിന്നാൻ പറ്റൂല. അല്ലാഹ് ഹറാമാക്കിയതാണ്, എനിക്ക് തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞു. നിനക്ക് ജീവൻ വേണമെങ്കിൽ, ജീവിതം വേണമെങ്കിൽ തിന്നോന്ന് പറഞ്ഞു. ജീവനിൽ എനിക്ക് പേടില്ല, ഞാൻ ജീവിച്ചു, മരണം എനിക്ക് എപ്പോഴും ഉണ്ടാകും. പക്ഷേ നിങ്ങളെ ഈ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് ഈ പന്നിമാംസം തിന്നിട്ടൊരു ജീവിതം അതെനിക്ക് വേണ്ട. ഉമ്മാന്റെ കൺമുന്നിൽ വെച്ച് തന്നെ മൂത്ത കുട്ടിയുടെ പെരടി വെട്ടി. സഹോദരങ്ങളെ, സഹോദരിമാരെ, രണ്ടാമത്തെ കുട്ടിയെയും കൊണ്ടുവന്നു. പന്നിയിറച്ചി വേവിച്ച് വെച്ചിരിക്കുകയാണ്. ആ കുട്ടിയോടും രാജാവ് പറയുന്നു പന്നിമാംസം ഭക്ഷിക്കാൻ. അപ്പോഴും കുട്ടിയുടെ വാക്കെന്താണെന്നറിയോ? രണ്ടാമത്തെ മകനും പറയുന്നു ലാ ആകുലു മാ ഹറമഹുല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയത് ഞാൻ ഭക്ഷിക്കൂല. നിനക്ക് ജീവിതം വേണോ, നീ ഭക്ഷിച്ചോ. നിങ്ങളെ ഈ ഹറാമ് ഭക്ഷിച്ചിട്ട് എനിക്ക് ജീവിതം ആവശ്യമില്ല. ഉമ്മാന്റെ മുന്നിൽ വെച്ച് രണ്ടാമത്തെ ആളെയും വെട്ടിക്കളഞ്ഞു. 5 ആളെ കഴിഞ്ഞു. 6ാമത്തെ ആള് ചെറിയ ആളാണ്. 2 വയസ്സ് കഴിഞ്ഞിട്ട് സംസാരം തുടങ്ങിയിട്ടേ ഉള്ളൂ. 2 വയസ്സ് തികഞ്ഞ ആ കുട്ടിയെ കൊണ്ടുവന്ന് രാജാവ് ഉമ്മാന്റെ മുന്നിൽ നിർത്തിയപ്പോൾ വാത്സല്യനിധികളായ മാതാക്കൾക്ക്, സഹോദരങ്ങളെ, 5 മെമ്പർമാരെ കണ്ട് സഹിച്ചു. എന്റെ 5 മക്കളും ഈമാനിലായി വിടവാങ്ങി. രാജാവിന്റെ മുന്നിൽ നോക്കി ഉമ്മ പറയുകയാണ്. സാറ എന്ന ഉമ്മയോട് രാജാവ് പറയുന്നു, നിങ്ങളുടെ ഗതിയും ഇത് തന്നെയാണ് ഉമ്മ, വരാനുള്ളത്. എനിക്കത് പ്രശ്നമേ അല്ല. ഈ ചെറിയ കുട്ടിയോട് നിങ്ങൾ പറഞ്ഞാ കേൾക്കും ഉമ്മ. ഈ കുട്ടിയോട് പറയൂ, ഒരു കഷ്ണമെങ്കിലും തിന്നാൻ വേണ്ടി പറയൂ. സഹോദരങ്ങളെ, നിർബന്ധിതമായ ഘട്ടമാണ്. നമ്മുടെ ദീനിന്റെ മസ്അല അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ജീവിതത്തിന്റെ പേടിയുണ്ട്. ഒരു കഷ്ണം തിന്ന് എന്ന് കരുതിയിട്ട് തകരാറില്ല. പക്ഷേ അവരുടെ മനസ്സിലുള്ള ആശയം എന്താണെന്നറിയോ? അല്ലാഹ് ഹറാമാക്കിയതല്ലേ, അത് തിന്നിട്ടൊരു ജീവിതം വേണ്ട. പടച്ച റബ്ബ് ഹറാമാക്കിയതല്ലേ, അത് തിന്നിട്ടൊരു സുഖജീവിതം വേണ്ട. മരിക്കാണെങ്കിൽ മരിച്ചോട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ മരിക്കുന്നത്, ഒരു പരാതിയുമില്ല. ഈമാന് ഖൽബിൽ തറുവായാൽ അങ്ങനെയാണ്. അവിടെ പിന്നെ അഡ്ജസ്റ്റ്മെന്റിനൊന്നും ആൾക്കാർ ഒരുങ്ങൂല. 4000-ത്തിലധികം വരുന്ന നല്ല ബുദ്ധിമാന്മാരായ സാഹിര്യങ്ങളല്ലേ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് കണ്ട് അവർ അള്ളാഹുവിലും മൂസാ നബിയിലും ഹാറൂൻ നബിയിലൊക്കെ വിശ്വസിച്ചത്. അപ്പൊ ഫിർഔൻ അവരോട് പറഞ്ഞു, ഞാൻ സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചോ? ഞങ്ങളെ കയ്യും കാലും വ്യത്യസ്തമായി വെട്ടിമുറിച്ച്, വലത്തെ കയ്യും ഇടത്തെ കാലും, ഇടത്തെ കയ്യും വലത്തെ കാലും അങ്ങനെ വെട്ടിമുറിച്ച് നിങ്ങളെ കുരിശിൽ തറച്ച് കുറെ കാലം നിങ്ങളെ മൃഗീയമായി പീഡിപ്പിച്ച് നിങ്ങളെ കൊന്നുകളയും. വിശ്വസിച്ച ഈ ആൾക്കാരെ മനസ്സിൽ ഈമാൻ അങ്ങോട്ട് കലർന്നപ്പോ, അതവരെ രക്തത്തോടും മജ്ജയോടും മാംസത്തോടും ഒട്ടിച്ചേർന്നപ്പോ അവര് പറഞ്ഞു, ലാ ലൈർ, ഒരു പ്രശ്നമില്ല, തോന്നുന്നത് ചെയ്ത ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. സാഹിര്യങ്ങൾ ഇതുവരെ ഫിർഔന്റെ അടുത്ത ആൾക്കാരായിരുന്നു. അവര് പറഞ്ഞു, ഫിർഔനെ, നീ എന്ത് ചെയ്യാണെങ്കിലും ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയാ, ഈ ദുനിയാവിൽ മാത്രമേ വിധിക്കാൻ നിനക്ക് അധികാരമുള്ളൂ. ആഖിറത്തിൽ നിനക്കൊരു അധികാരമില്ല. ഇവിടല്ലേ നീ വിധിക്കുള്ളൂ. തോന്നുന്നത് ചെയ്തോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ റബ്ബിലേക്കാണ് മടങ്ങിപ്പോകുന്നവർ. നീ വെട്ടേ, കൊല്ലേ, അല്ലെങ്കിൽ കുരിശിൽ തറക്കേ, അല്ലെങ്കിൽ ഞങ്ങളെ കരിച്ചു കളയേ, എന്തും ചെയ്യാം നിനക്ക്. എന്നാലും ഈമാനിൽ നിന്ന് അളവ് ഞങ്ങൾ പിറകോട്ട് വരില്ല. അതൊരിക്കലും നീ പ്രതീക്ഷിക്കരുത്.
നീ ഞങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോ ഞങ്ങൾ മാറുമെന്ന് നിനക്ക് കരുതി പോകരുത്. ഞങ്ങളാരും ഒരു നിലക്കും മാറിപ്പോരുകയില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നീ അക്രമത്തിന് മുതിരണ്ട. ഒരാളും മാറാതെ നിന്ന മാർഗത്തിൽ ഉറച്ചു നിൽക്കും. നിനക്ക് ചെയ്യാനുള്ളത് മുഴുവനും നീ ചെയ്യുക. റബ്ബ് ഞങ്ങൾക്ക് മാപ്പാക്കി തന്നാൽ, ഒരുപാട് കാലം സിഹ്ർ ചെയ്യാൻ നീ ഞങ്ങളെ നിർബന്ധിപ്പിച്ചു, ഒരുപാട് തെറ്റുകുറ്റങ്ങൾക്ക് നീ നിർബന്ധിപ്പിച്ചു. രാജാവെന്ന നിലക്ക് നിന്നെ ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു. ഇന്നാ ആമന്നാ ബിറബ്ബിനാ ലിയഗ്ഫിറ ലനാ ഖതായാനാ വമാ അക്റഹ്തനാ അലൈഹി മിനസ് സിഹ്ർ വല്ലാഹു ഖൈറും വഅബ്ഖാ. ഞങ്ങളെ റബ്ബിൽ വിശ്വസിച്ചത് ഞങ്ങളെ വൈകല്യങ്ങളൊക്കെ മാപ്പാക്കി. നീ നിർബന്ധിപ്പിച്ച സിഹറിന്റെ കുറ്റകൃത്യങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരാനാണ്. അല്ലാഹു തആല ഉത്തമനാണ്, എന്നെന്നും ശേഷിക്കുന്നവനാണ്. തോന്നുന്നത് നീ ചെയ്തോ, ഞങ്ങളാരും മടങ്ങിപ്പോരൂല. ഉള്ളിൽ ഈമാൻ അങ്ങോട്ട് ഉറച്ചാൽ അങ്ങനെയാണ്. ശിക്ഷ കണ്ടാൽ മടങ്ങുന്ന ഈമാനാകൂലത്. 2 വയസ്സായ കുട്ടിയെ കൊണ്ടുവന്നപ്പോ ബനു ഇസ്രായേലിലെ സാറ എന്ന ഉമ്മ അങ്ങനെ നോക്കുകയാണ് ആ കുട്ടിന്റെ മുഖത്തേക്ക്. ബാപ്പാരെ ഉമ്മാരെ ഒന്ന് ചിന്തിച്ചു നോക്ക്. 2 വയസ്സായ ഒരു കുട്ടി നേരെ ഇപ്പുറത്ത് രാജാവിന്റെ അനുയായി വാളും പിടിച്ച് കാത്തു നിൽക്കുക. ഒരു ചെറിയ പാത്രത്തിൽ വേവിച്ച പന്നി മാംസം കൊണ്ടുവന്ന് വെച്ചിരിക്കുക. കുട്ടിയോട് പറയുന്നു, ഒരൊറ്റ കഷ്ണം തിന്നാൽ നിന്റെ ഉമ്മയോടൊപ്പം നിനക്ക് ജീവിതം കിട്ടും. അല്ലെങ്കിലോ 5 ആളുകൾ കിടക്കുന്നത് കണ്ടില്ലേ, അവരെ കൂടെ പോകാം. കുട്ടി പറഞ്ഞു, എന്റെ സഹോദരന്മാരിൽ എനിക്ക് മാതൃകയുണ്ട്. എന്റെ ജേട്ടന്മാര് മുഴുവനും ഈമാനിലായിട്ടല്ലേ മരിച്ചുപോയത്. ഹറാമു ഭക്ഷിക്കാൻ ഒരു നിലക്കും അവർ തുനിഞ്ഞില്ലല്ലോ. ലാ ആകുലു മിമ്മാ ഹറമഹുല്ലാഹ്. 5 ആള് പറഞ്ഞ അതേ മുദ്രാവാക്യം കുട്ടിയും ഏറ്റു പറഞ്ഞു. അല്ലാഹു നിഷിദ്ധമാക്കിയതിൽ നിന്നൊരു തുണ്ട് പോലും ഞാൻ ഭക്ഷിക്കുകയില്ല. കുട്ടിയെ ആക്രമിക്കാൻ വേണ്ടി വാളുമെടുത്തുകൊണ്ടൊരാൾ അടുത്തേക്ക് വന്നപ്പോ ഉമ്മാന്റെ മനസ്സിൽ ഒരു വെപ്രാളവും ബേജാറും ഒക്കെ രൂപപ്പെട്ട് വരുന്നത് കണ്ടപ്പോ, സങ്കടങ്ങൾ കണ്ടപ്പോ കുട്ടി നേരെ തിരിഞ്ഞു ഉമ്മയോട് പറഞ്ഞു, ഉമ്മാ, ദുനിയാവെന്ന് പറയുന്നത് ചെറിയൊരു ലോകമാണ്, ആഖിറമെന്ന് പറയുന്നത് പ്രവിശാലമായ ലോകമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ പടച്ച റബ്ബ് ഹറാമാക്കിയത് അംഗീകരിക്കാതെ പോകുന്ന നമുക്ക് അള്ളാഹു തആല വെച്ച സവാബില്ലേ, അത് ഇവിടത്തെ സുഖത്തെക്കാളും ഏറ്റവും നല്ലതാണ് ഉമ്മ. അതുകൊണ്ട് ബേജാറ് വേണ്ട. ഉമ്മാക്ക് നല്ലൊരു ഉപദേശം കൊടുത്തപ്പോ ഉമ്മാന്റെ മനസ്സിന് നല്ല സ്ഥൈര്യം കിട്ടി. ആ ഉമ്മാന്റെ കൺമുന്നിൽ വെച്ച് തന്നെ 6ാമത്തെ കുട്ടിയെയും രാജാവിന്റെ കിങ്കരന്മാർ വെട്ടിവീത്തിക്കളഞ്ഞു. അവസാനം സാറ എന്ന് പറയുന്ന ഉമ്മയോട് രാജാവിന്റെ വാഗ്ദാനങ്ങൾ വരികയാണ്. കൊട്ടാരത്തിൽ ജീവിതം തരാം, നിനക്ക് വേണമെങ്കിൽ രാജാവിന്റെ രാജ്ഞിയാകാം, നിന്റെ ജീവിതത്തിന്റെ വിഷമങ്ങളൊന്നും അറിയാതെ ജീവിക്കാം. പക്ഷേ കണ്ടീഷൻ ഒന്ന് മാത്രമാണ്, ഈ പന്നി മാംസത്തിൽ നിന്നൊരു കഷ്ണമെങ്കിലും എടുത്ത് കടിക്കണം. ഉമ്മ പറഞ്ഞു, എന്റെ 6 മക്കളും അവർ ആഖിറത്തിലേക്ക് തിരിച്ചതിൽ എനിക്ക് മാതൃകയുണ്ട്. ഞാൻ അവരോടൊപ്പം ചേരാനാണ് ആഗ്രഹിക്കുന്നത്. ലാ ആകുലു മിമ്മാ ഹറമഹുല്ലാഹ്. അല്ലാഹ് ഹറാമാക്കിയതിൽ നിന്ന് ഒരു തുണ്ട് പോലും ഞാൻ ഭക്ഷിക്കൂല. സ്വന്തം മക്കളോടൊപ്പം ആ ഉമ്മയെയും വെട്ടിവീഴ്ത്തി. സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ചരിത്രം പഠിപ്പിക്കുന്നതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏറെ നമ്മുടെ മുന്നിൽ വരും. ഹറാമായ പാനീയങ്ങൾ കുടിക്കാൻ കല്യാണങ്ങളൊക്കെ വരും. ഇനി ഒരു കാലത്ത് അതൊക്കെ നമ്മുടെ നാട്ടിൽ വരും. മുസ്ലിം കല്യാണങ്ങളിൽ ഇപ്പോഴൊക്കെ തന്നെ മദ്യപാനം നടത്തി തുടങ്ങി, പലയിടത്തും വിളമ്പിക്കഴിഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ പോകുന്നിടത്തൊന്നും എത്തിയില്ലെങ്കിൽ പലയിടത്തും എത്തി. മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങൾ തന്നെ മേശപ്പുറത്ത് തന്നെ ഒന്ന് കൊണ്ടുവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ ഇനിയും സജീവമായിട്ട് വരും.
ഈമാനുള്ള ആളുകൾക്ക് ചെറുത്തുനിൽത്ത് വിജയിക്കാൻ കഴിയും. ഹയാവോടെ ജീവിക്കുന്ന ആളുകൾക്ക്, അല്ലാഹ് ഹറാമാക്കിയതിനോട് ഹയാ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് രക്ഷപ്പെട്ട് ജീവിക്കാൻ കഴിയും. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഒരു ചെറിയ പേടി, ഒരു ഖൗഫ് ഖൽബിലുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയും. സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മാർഗമല്ലേ അത്. അള്ളാഹു നിഷിദ്ധമാക്കിയ പലതും പുറത്തേക്ക് ഇനി വെളിവാകാൻ പോവുകയാണ്. അത് മാത്രമൊന്നുമല്ല, ഒന്ന് മാത്രമൊന്നും ഞാൻ ഉണർത്തിയതല്ല, സാമ്പത്തികമായും ശാരീരികമായും പലതും അങ്ങനെ പുറത്തേക്ക് വെളിവാകാൻ പോവുകയാണ്. അങ്ങനെ വെളിവാകുന്നിടത്ത് കൃത്യമായി സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ കഴിയുന്നവർ അവരൊരു സാഹസിക ജീവിതം തന്നെയാണ് ഇവിടെ നയിക്കുന്നത്. ചെറിയൊരു ജീവിതമൊന്നും അല്ല. ഒരുപക്ഷെ ഒരു നാട്ടിൽ എണ്ണപ്പെടുന്ന ആളുകൾ മാത്രമേ അത്തരക്കാരായിട്ടുണ്ടാകുള്ളൂ. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. മറ്റു പലരും നമ്മുടെ പെൺകുട്ടികൾക്ക് മുട്ടുവരെയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അങ്ങാടിയിലും മറ്റൊക്കെ ഇറക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ആൾക്കാർക്കും തോന്നി ഇത് മോഡല് കുറച്ച് നല്ല മോഡലാണ്, കുഴപ്പമില്ലാന്ന് തോന്നിപ്പോയി. അങ്ങനെ നമ്മൾ ആൾക്കാരും ആ മാതൃക പിൻപറ്റിയിട്ട് പലരെയും അങ്ങനെ പിടിച്ചിറക്കാൻ തുടങ്ങി. ഏത് പെൺകുട്ടി എന്നറിയാം? പ്രായപൂർത്തിയത്തെ പെൺകുട്ടി മുട്ടുംകാല് വരെയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ ഇറങ്ങിയാല് എന്തൊരു ചൊറുക്ക കാണാനല്ലേ, എന്തൊരു രസ കാണാൻ. അതുവരെയെങ്കിലും കണ്ടൂടെ? സുബ്ഹാനല്ലാഹ്. അതൊക്കെ പലരും മോഡലാക്കി മുന്നോട്ട് വരുമ്പോ ആദർശ രംഗത്തും ഈമാനികമായ രംഗത്തും ഹയാഇന്റെ രംഗത്തും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നേടണം. ആരെങ്കിലും പുറത്തിറക്കുന്നത് കണ്ടിട്ട്, മോഡൽ കണ്ടിട്ട് നമ്മൾ പറ്റിപ്പോകരുത്. നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. എൻ്റെ ഉമ്മമാരോടടക്കം എല്ലാവരോടും ഞാനത് ഉണർത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ സജീവമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു രംഗം, വീട്ടിലുള്ള മുതിർന്നവരൊക്കെ നല്ല തട്ടമിട്ടിട്ടുണ്ട്, പർദ്ദയും ധരിച്ചിട്ടുണ്ട്, മക്കനയുമുണ്ട്, ജിൽബാബുമുണ്ട്. പക്ഷേ കാണാൻ നല്ല അഴകുള്ള കല്യാണപ്രായമെത്തിയ പെൺകുടിമാര് തോളിൽ ശാലിട്ട് നടക്കുന്നത് കുറച്ച് ഏറെ കൂടി വരികയാണ്. ഉമ്മമാരെ തട്ടമിടുന്നത് അത് അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു നിയമമാണ്. ഉസ്താദുമാര് കെട്ടിപ്പടിച്ചുണ്ടാക്കിയ നിയമമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിർബന്ധമാക്കിയൊരു നിയമമാണ്. മക്കനയിട്ട് മാറുമറച്ച് നടക്കണമെന്ന് പറയുന്നത് ദീനിന്റെ സൂക്ഷ്മതയുള്ള നിർബന്ധമായി പാലിക്കേണ്ട നിയമമാണ്. എന്തിനാണ് ആ നിയമം അല്ലാഹു വെച്ചത് എന്നറിയുമോ? മറ്റു ചങ്ങാതിമാരുടെ പൂവാലന്മാരുടെയും ശല്യങ്ങളില്ലാതെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും അധ്യാപനത്തിന് പോകുന്നവർക്കും മറ്റാരും ജോലി ചെയ്ത് ഉപജീവന മാർഗം കൊടുക്കാനില്ലാതെ ജോലിക്ക് പോകേണ്ടി വന്ന സഹോദരിമാർക്കും കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കാനാണ്. മാറ് മറക്കണമെന്നും കഴുത്ത് മറക്കണമെന്നും മറ്റുമൊക്കെ നിങ്ങളോട് പറയാനുള്ള കാരണം നല്ലവരാണെന്ന് മനസ്സിലാക്കപ്പെട്ട് ശല്യങ്ങളൊന്നും വരാതിരിക്കാനാണ്. എങ്ങോട്ടും നിങ്ങൾ ചായുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയാൽ അതിനു വേണ്ടി ഏതെങ്കിലും ഒരാൾ ഇറങ്ങിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടെ സംസ്കാരവും ചാരിത്ര്യവും പരിശുദ്ധിയും എല്ലാം നഷ്ടപ്പെടുന്ന രൂപഭാവങ്ങൾ വന്നില്ലേ? അത് വരാതെ ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനാണ് ഈ രീതിയിലുള്ള വസ്ത്ര സംവിധാനം അല്ലാഹു തആല നിബന്ധനയാക്കിയത്. അതങ്ങനെ തന്നെ സൂക്ഷിക്കേണ്ടവരിലൊക്കെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കേണ്ടവരിലൊക്കെ ശ്രദ്ധിക്കണം. അത് ഈമാനിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നബി പത്നിമാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെൺമക്കളോടും ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളായ സ്ത്രീകളോടും അങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. കഴിവിന്റെ പരമാവധി തഖ്വ ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടി തന്നെയാണത്. അതുകൊണ്ടല്ലേ ബീവി സൗദ റളിയല്ലാഹു അൻഹാ മദീനയിൽ നിന്ന് മക്കയിലേക്ക് എല്ലാ വർഷവും ഹജ്ജിന് കൊണ്ടുപോകാൻ ആളുണ്ടായിട്ടും ഒരൊറ്റ തവണ മാത്രമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, ഒരൊറ്റ തവണ മാത്രമേ ഉംറ ചെയ്തിട്ടുള്ളൂ. എന്തേ നിങ്ങൾ വർഷാവർഷം പോകാത്തത് എന്ന്
എന്ന് പറഞ്ഞപ്പോ എന്റെ നിർബന്ധമായ ഹജ്ജ് ഞാൻ ചെയ്തു, നിർബന്ധമായ ഉംറ ഞാൻ ചെയ്തു. അത് മാത്രമല്ലല്ലോ അള്ളാഹു എന്നോട് കൽപ്പിച്ചത്, വഅമറനില്ലാഹു അൻ അഖിറ ഫീ ബൈതി, മറ്റു ശുഗലുകളൊന്നുമില്ലെങ്കിൽ എന്റെ വീട്ടിൽ ഒതുങ്ങിക്കടിയാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ലേ. അതുകൊണ്ടാണ് ഞാൻ മറ്റു പലരും പോകും പോലെ വർഷാവർഷം ഇറങ്ങി പുറപ്പെടാത്തത് എന്ന് സൗദ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. എന്ന് മാത്രമല്ല, ജനാസയല്ലാതെ മഹദിയുടെ വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട മാർഗങ്ങളിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മതയോടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ ഹദീസിന്റെ അവസാനം സുമ്മ തദ്കുറുൽ മൗത വൽ ബിലാ, നിന്റെ മരണത്തെക്കുറിച്ച് നീ ഓർക്കണം. അതേ, ജീർണിച്ചു പോകുന്ന അവസ്ഥയും ഓർക്കണം. മഹാന്മാര് ഓർത്തതുപോലെ ഒരു ഓർമ്മ നമ്മുടെ ഖൽബിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വലിയ പണ്ഡിതനല്ലേ അത്താ ഉസുലമി റളിയല്ലാഹു അൻഹു. ചെറിയ കാര്യത്തിന് വരെ ചിന്തിച്ച് വല്ലാതെ കരഞ്ഞു പോയ മഹാനാണ്. പാവപ്പെട്ട രീതിയിൽ ജീവിച്ച ആളാണ് അത്താ ഉസുലമി റളിയല്ലാഹു അൻഹു. എന്താണ് സമ്പാദ്യം, ജീവിതത്തിന്റെ ഉപജീവന മാർഗമെന്നറിയുമോ? ഒരാഴ്ചയോ രണ്ടാഴ്ചയോ പണിപ്പെട്ടുകൊണ്ടൊരു മെത്ത നിർമ്മിക്കും. അതേ പഞ്ഞി കൊണ്ടുവന്ന് അത് തുണിയിൽ നിറച്ച് പാകപ്പെടുത്തിയിട്ട് അതിന്റെ ഭാഗങ്ങളൊക്കെ തുന്നി റെഡിയാക്കി സൂക്കിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തും. മക്കളും ഭാര്യയും എല്ലാവരും ചേർന്ന് ഏകദേശം കണ്ടാൽ തന്നെ നല്ല ഭംഗി തോന്നുന്നൊരു മെത്തയുണ്ടാക്കി അത്താ ഉസ്ലമി റളിയല്ലാഹു അൻഹു വൈകുന്നേരമാകുമ്പോഴേക്ക് അത് സൂക്കിൽ കൊണ്ടുവന്നു, മാർക്കറ്റിൽ കൊണ്ടുവന്നു. മാർക്കറ്റിൽ കൊണ്ടുവന്നു നോക്കുമ്പോ പലരും മെത്ത നോക്കുന്നു, പക്ഷേ ആരും അത് വാങ്ങുന്നില്ല. അത്താ ഉസ്ലമി റളിയല്ലാഹു അൻഹുവിന് ഈ മെത്ത ആരെങ്കിലും വാങ്ങിയെങ്കിലേ ഇന്ന് മഗ്‌രിബാകുമ്പോ മക്കൾക്ക് നോമ്പ് തുറന്ന് ഭക്ഷിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു പോകാൻ പറ്റൂ. വീട്ടുകാര് മൊത്തം സുന്നത്ത് നോമ്പിലാണ്. ഭക്ഷണം കഴിക്കാനുണ്ടാകുമ്പോ മാത്രമേ അവര് നോമ്പ് ഒഴിവാക്കാറുള്ളൂ. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നോമ്പ് നോൽക്കാറുണ്ട്. അത്താ ഉസ്ലമി റളിയല്ലാഹു അൻഹു ആരെങ്കിലും ഇത് വാങ്ങണമെന്ന് കരുതിയിട്ട് ഓരോ കടയുടെ മുന്നിലൂടെയും ആ മെത്ത തലയിലേറ്റി കൊണ്ടുപോകുമ്പോ ഒരു കടക്കാരൻ അത്താ ഉസ്ലമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മെത്ത കൊണ്ടുവന്നപ്പോ ഇറക്കി വെക്കാൻ പറഞ്ഞു. ആ മെത്തയുടെ ഒരുപാട് പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു. സാധാരണ നമ്മുടെ മുന്നിൽ ഒരു കച്ചവടക്കാരൻ വന്നാൽ അദ്ദേഹം കൊണ്ടുവന്നത് പുതപ്പാണെങ്കിൽ പുതപ്പിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലേ? കൊണ്ടുവന്നത് പാത്രങ്ങളാണെങ്കിൽ പാത്രത്തിന് ഏതെങ്കിലും രൂപമാറ്റം ഉണ്ടെങ്കിൽ പറയാറില്ലേ? അതുപോലെ മെത്തക്കുള്ള ഓരോ കുറവ് പറഞ്ഞപ്പോ അത്താ ഉസ്ലമി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കരഞ്ഞുപോയി. വല്ലാതെ കരഞ്ഞു. ചെറിയ കരച്ചിലൊന്നുമല്ല, പൊട്ടി പൊട്ടി മഹാനവറുകൾ വിതുമ്പിക്കരയുമ്പോ ഈ കടക്കാരൻ ചിന്തിക്കുന്നു, പടച്ചോനെ, ജനങ്ങൾ കണ്ടാൽ ഞാൻ ഇദ്ദേഹത്തെ കരയിപ്പിച്ചു എന്ന് കരുതി പോകും. പുറത്തിറങ്ങി വന്നിട്ട് പറയുന്നു, നിങ്ങൾ കരയണ്ട, മെത്ത ഞാൻ തന്നെ വാങ്ങിക്കൊള്ളാം. നീ വിചാരിക്കും പോലെയല്ല എന്റെ കരച്ചില്. അന്ന് 2 ആഴ്ച പണിപ്പെട്ട് രാവും പകലും അധ്വാനിച്ച് ഞാനും എന്റെ മക്കളും ഉപജീവന മാർഗത്തിന് വേണ്ടി വളരെ വൃത്തിയോടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു മെത്തയില് നിങ്ങൾ ന്യൂനത കണ്ടില്ലേ? ഈ ചുരുങ്ങിയ ആയുഷ്കാലം നാളെ നീണ്ട ആയുഷ്കാലത്തിന് വേണ്ടി ആഖിറത്തില് ഒരു പുസ്തകമായി നിവർത്തി വെക്കുമ്പോ എന്റെ അമലിന്റെ പോരായ്മ അല്ലാഹു നോക്കിക്കാണുമല്ലോ. ഈ ബെഡിൽ ഞാനൊരു തൊഴിലാളി മാത്രമാണ്, ആഖിറത്തിലേക്കുള്ള അമലിലും ഞാനൊരു തൊഴിലാളി മാത്രമാണ്. ഞാനത് ചെയ്യുന്നവനല്ലേ, സ്വീകരിക്കേണ്ടവൻ അല്ലാഹുവല്ലേ. നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചൊരു മെത്തക്ക് ഇത്ര പോരായ്മ പറഞ്ഞെങ്കിൽ ഒരു പോരായ്മയും വരാതെ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ഞങ്ങൾ ചെയ്തതിന് വരെ നിങ്ങൾ പോരായ്മ കണ്ടെത്തിയെങ്കിലേ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ജീവിതം വെളിവാക്കുമ്പോ
എന്തെല്ലാം കുറവുകൾ പടച്ച റബ്ബ് കണ്ടുപോകും, എന്തെല്ലാം വിഷയങ്ങൾ അള്ളാഹു എടുത്തു പറയും. അതാലോചിച്ച് കരഞ്ഞു പോയതാ. നിങ്ങൾ മെത്ത വാങ്ങാത്തത് കൊണ്ടല്ല. മെത്തയെ പറ്റി നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ആഖിറമാണ് ചിന്തിച്ചു പോയത്. അള്ളാഹുന്ന് പറയുകയാണ്, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സംബന്ധിച്ച് അവരുടെ ഖൗഫ് എത്ര വലുതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ നമുക്ക് ഭക്തി എത്തിത്തരട്ടെ. മരിക്കാനുള്ളവരാണെന്നൊരു ചിന്ത ഓരോ അമലുകളിലും, നമ്മുടെ മനസ്സിലും, നമ്മുടെ ശരീരത്തിലും, നമ്മുടെ വാക്കിലും, നമ്മുടെ പ്രവൃത്തിയിലും വെളിവാകണം. എപ്പോഴും ആകാമല്ലോ മരണം. അതിനൊരു ഡേറ്റ് തന്നെ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടില്ലല്ലോ. റബ്ബിന്റെ അടുക്കലുണ്ടല്ലോ അതിന്റെ ഖളാ. അള്ളാഹു എപ്പോഴാണെങ്കിലും നമുക്കത് ഖൈറാക്കി തരട്ടെ. എപ്പോഴാണെങ്കിലും വിടവാങ്ങണം. വിടവാങ്ങുന്നതിന്റെ മുമ്പ് ചെയ്യുന്ന ചെറുതും വലുതുമായ കർമ്മങ്ങൾ കുറ്റമറ്റ രീതിയിലാക്കി തീർക്കാൻ കഴിവിന്റെ പരമാവധി മുത്തഖിയായ നിലക്ക് നല്ല ഇൽമു നേടിക്കൊണ്ട് ഒരുപാട് സുഹൃതങ്ങളുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, മുത്തഖീങ്ങളായി നമ്മൾ ജീവിച്ച് പിരിയുമ്പോ, മുത്തഖീങ്ങളായി പിരിഞ്ഞെങ്കിലേ ആഖിറത്തിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വലിയ കണക്ഷൻ നമുക്കുണ്ടാവുകയുള്ളൂ. ഒരു സാധാരണ അർത്ഥത്തിൽ ഒരു മുസ്ലിമായി പിരിഞ്ഞാൽ പോരാ, ഒരു മുത്തഖിയായി പിരിയണം. മുസ്ലിമായിട്ട് ഒരു പേര് കൊണ്ട് അങ്ങനെ പിരിഞ്ഞാൽ പോരാ, ഒരു മുത്തഖിയായിട്ട് പിരിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാ പറഞ്ഞത്, ഔലന്നാസി ബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ എന്നോട് ഏറ്റവും വലിയ ബന്ധമുള്ളവർ അൽ മുത്തഖൂൻ, മുത്തഖീങ്ങളാണ്. അവരാണ് എന്നോട് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളവർ. അവർക്കാണ് അടുത്തടുത്തടുത്ത കണക്ഷൻ അള്ളാഹുവിന്റെ റസൂൽ കൊടുക്കുക. ആ ഒരു തരത്തിലുള്ളൊരു ബന്ധം നമുക്ക് ലഭിക്കണമെങ്കിൽ മുത്തഖിയായി നമ്മൾ മൗത്താകണം. അള്ളാഹു മുത്തഖീങ്ങളിൽ നമ്മളെ ചേർത്തി തരട്ടെ. അതിനുതകുന്ന രീതിയിൽ അള്ളാഹു നമുക്ക് ഇൽമും തഖ്വയും അള്ളാഹു ഏറ്റി തരട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു തആല ഖബൂലാക്കി തരട്ടെ.